متفاعل 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 عجبا على الغفلات يا إخواني لسنا نفكر عن لياغ زماني أفلا ترون تفكروا وتدبروا بين السطور أوامر القرآن كل العلوم من الإله الخالق للهدى والسلام للإنسان وفشى العلوم على الأراضي والسماء فالت ببرقشة من الألوان دينا وتقنية علوما حرفة. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അന്ത്യപ്രവാചകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് നാം വിശ്വസിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യേണ്ടത് എപ്രകാരമാണോ ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അറിയാനും പഠിക്കാനും വിശ്വസിക്കുവാനും സർവശക്തനായ അല്ലാഹുവിൻ്റെ അനുഗ്രഹം നമ്മിലുണ്ടായിത്തീരുവാൻ ആവശ്യമായ കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഈ സംസാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിൽ കള്ളം പറയുന്നത്, വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ അവിടുത്തെ പേരിൽ ലോകത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നത്, മറ്റു ആളുകളുടെ മേൽ കള്ളം പ്രചരിപ്പിക്കുന്നത് പോലെയല്ല, അത് അതീവ ഗുരുതരമായ മഹാപാതകമാണെന്നും അങ്ങനെ മനഃപൂർവം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകൾ കാഫിറുകളായി പോകും എന്ന് വരെ അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. അവർ തൗബ ചെയ്ത് മടങ്ങിയാൽ പോലും സാക്ഷ്യത്തിനു പോലും അവരെ കൊള്ളുകയില്ല, ഒരു സാക്ഷി നിൽക്കാനുള്ള യോഗ്യത പോലും അത്തരത്തിലുള്ള ആളുകൾക്കില്ല, അവർ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ പോലും എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്.
എന്താണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? മഹാനായ നമ്മുടെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ ഏതു മേഖലയിലാണെങ്കിലും വാസ്തവ വിരുദ്ധമായ ഒരു കാര്യവും പറയുവാനോ എഴുതുവാനോ പ്രചരിപ്പിക്കുവാനോ പാടില്ല. അത് വളരെ ഗൗരവമാണ് എന്ന് മുസ്ലിമീങ്ങൾ അവരുടെ അടിസ്ഥാനപരമായ വിശ്വാസമായി തന്നെ വിശ്വസിക്കേണ്ടതിനും ഗ്രഹിച്ചിരിക്കേണ്ടതിനും വേണ്ടി തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിൽ കണ്ടേക്കാം. സ്വപ്നത്തിൽ കാണുന്നതിന് പോലും ഇസ്ലാമിൽ അതിൻ്റെതായ പ്രത്യേകമായ ഷർത്തുകളുണ്ട്. അത് സ്വപ്നത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെയാണോ കണ്ടത് എന്നത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ഒക്കെ വേണം എന്നൊക്കെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയുണ്ടായി. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിൽ മാത്രമല്ല ഉണർച്ചയിൽ തന്നെയും ഇപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അവിടുത്തെ സാന്നിധ്യമുണ്ട്. അവിടുന്ന് എല്ലായിടങ്ങളിലും വരുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് ഗുരുതരമായ വിശ്വാസം ഈ മുസ്ലിമീങ്ങളെന്ന് പറയുന്ന കക്ഷികൾ ഇന്നും നിലനിർത്തുമ്പോൾ ആ സമൂഹത്തെ കൈപിടിച്ചുകൊണ്ട് യഥാർത്ഥമായ വിശ്വാസത്തിന്റെ ധാരയിലേക്ക് കൊണ്ടുവരൽ, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിമീങ്ങളുടെ വിശ്വാസികളുടെ പരമപ്രധാനമായ ബാധ്യതയാണ് എന്നതാണ് നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചത്. അതിന് ചില ഉദാഹരണങ്ങൾ അന്ന് കേൾപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നേർക്കുനേരെ ഉണർച്ചയിൽ കണ്ടു എന്ന പ്രചരണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പിഴച്ച കക്ഷികൾ ഏതൊക്കെ കാലഘട്ടത്തിൽ മുളപൊട്ടിയിട്ടുണ്ടോ സർവ കക്ഷികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അപരാധങ്ങൾ പറഞ്ഞവരാണ്. അതിനുള്ള ഏതാനും ഗ്രന്ഥങ്ങളിലെ അഥവാ ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസത്തിന്റെ പ്രചാരകരായ ലോകത്തറിയപ്പെടുന്ന സൂഫികളുടെ കിതാബുകളിൽ നിന്നുള്ള 1-2 ഉദ്ധരണികളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചത്. ഇനിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ഉദ്ധരണികൾ, നമ്മൾ ഏത് ഉദ്ധരണികൾ അല്ലെങ്കിൽ ഏത് വിഷയം പറയുമ്പോഴും അത് പ്രമാണബദ്ധമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഏതെങ്കിലും ഒരു കക്ഷികളുടെ മേൽ അവർക്കില്ലാത്തൊരു വിശ്വാസം അടിച്ചേൽപ്പിക്കേണ്ടുന്ന ഒരാവശ്യം നമുക്കില്ല. ആരുടെയെങ്കിലും മേൽ അവർക്കില്ലാത്ത ഒരു ധാരണ അവർക്കുണ്ടെന്ന് വരുത്തി തീർക്കേണ്ടുന്ന ഒരാവശ്യം നമുക്കില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ അല്ലെങ്കിൽ ഈ വിശ്വാസക്കാർ വലിയ പ്രമാണമായിട്ട് വലിയ മഹാന്മാരായിട്ടൊക്കെ അംഗീകരിക്കുന്ന ആളുകളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. കേരളത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾക്ക് പുറമെ കേട്ടോളൂ, അതാ ഷാദുലി എന്ന് പറയുന്ന, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. ഷാദുലി തരീഖത്ത് ഒരു തരീഖത്തിന്റെ ശൈഖാണ്. അദ്ദേഹം പറയുന്നത്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണുകയുണ്ടായി, കണ്ടു. ഫസഅൽതുഹു അനിൽ ഹദീസിൽ മഷ്ഹൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവരുടെ വിശ്വാസം എന്താ നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകനെ അവരിപ്പോഴും കാണുന്നു എന്ന് മാത്രമല്ല നബിതങ്ങളെ അവർ നേർക്കുനേരെ ഉണർച്ചയിൽ കാണുന്നു. കണ്ടിട്ട് നബിതങ്ങളോട് അവർ ഹദീസിന്റെ, ഇന്നിപ്പോ ഹദീസ് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ സനദ് പരിശോധിക്കണം, ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ ഇന്ന് മുസ്ലിം ലോകത്തൊരു മാനദണ്ഡമുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു ഹദീസ് ആരെങ്കിലും അതിന്റെ തലക്കൽ ഏതെങ്കിലും ഒരാശയം പറഞ്ഞിട്ട് അതിന്റെ ആമുഖത്തിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന കാലഘട്ടം ഇന്ന് ഏറെക്കുറെ പല ആളുകൾക്കിടയിലും അവസാനിച്ചു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് അങ്ങനെയായിരുന്നില്ല. പണ്ടൊരു അറബി വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതിയ ഒരു അറബിയിൽ എഴുതപ്പെട്ട ഏത് പുസ്തകത്തിലും എന്തു പറഞ്ഞാലും അതൊക്കെ പ്രമാണമായിരുന്നു. അറബിയിലുള്ള ഒരു പുസ്തകത്തിൽ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അതൊക്കെ പ്രമാണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിലൊക്കെ പാരായണം ചെയ്യപ്പെട്ടു വരുന്ന
മങ്കൂസ് മൗലിദ്, ശറഫുൽ അനാം മൗലിദ്, അതുപോലെയുള്ള മൗലിദിന്റെ കിതാബുകളിലൊക്കെ പറയപ്പെട്ടത് മുഴുവൻ ഖുർആൻ പോലെ ഹദീസ് പോലെയൊക്കെ സത്യസന്ധമായി കണ്ടിരുന്ന ഒരു ജനത ഇന്ന് ആളുകൾക്ക് ഉത്ബോധനങ്ങൾ ധാരാളമായി ലഭിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇസ്ലാമിൽ ഒരു പ്രമാണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സ്ഥിരപ്പെടണമെങ്കിൽ ആ നബിതങ്ങളിൽ നിന്ന് കേട്ടയാള് മുതൽക്കിങ്ങോട്ട്, ആ സ്വഹാബിയിൽ നിന്ന് കേട്ട താബിഈ മുതൽക്കിങ്ങോട്ട് കൃത്യമായി അതേത് ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഏത് പണ്ഡിതനാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതുവരെയുള്ള കണ്ണിമുറിയാത്ത വിശ്വസ്തരായ ആളുകളുടെ പരമ്പര വേണം, സനദ് വേണം. ഇത് ആളുകൾക്കിന്ന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും ആശയങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി പാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അതപ്പടി അങ്ങ് വിശ്വസിക്കുന്ന കാലഘട്ടം മാറിയിട്ടുണ്ട്. ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സനദെവിടെ? സനദ് ഉദ്ധരിക്കൂ. നബിതങ്ങൾ ഇത് പറഞ്ഞു എന്നത് നിങ്ങൾ പറഞ്ഞാ പോരാ, നിങ്ങളുടെ തൊള്ള മാത്രം തെളിവ് പോരാ, പ്രമാണം വേണം, സനദ് വേണം. ഇതൊന്ന് സാധാരണക്കാർക്ക് വരെ ചോദിക്കാനുള്ള ഒരു ആത്മധൈര്യം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വളരെയേറെ പ്രാധാന്യപൂർവമുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്നത് ഇന്ന് എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. ഇന്ന് സാധാരണ ജനങ്ങൾക്കിടയിൽ പോലും സനദിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് സനദില്ലാതെ നടക്കൂല എന്ന് സാധാരണക്കാർക്ക് വരെ ബോധ്യമായി. അപ്പോൾ അൽഹംദുലില്ലാ ആ നിലക്കുള്ള മാറ്റങ്ങൾ ഇന്ന് സമൂഹത്തിൽ പ്രകടമാണ്. വെറുതെ ഉണ്ടായതല്ല. നമ്മുടെ പണ്ഡിതന്മാർ ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തിയത് കൊണ്ടാണ് ആളുകൾക്ക് മനസ്സിലായി പ്രമാണമായിട്ട് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരു ഹദീസ് ബലമുള്ളതായിരിക്കണം, അതിന് സനദിന്റെ പിൻബലം വേണം. ആരെങ്കിലും ഒരു സനദ് കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയാലും പോരാ. ആ കണ്ണിയിലെ ഓരോ മെമ്പറെ കുറിച്ചും വിശദമായ ചരിത്രത്തിൽ പരിശോധന നടത്തിയിട്ട് അദ്ദേഹം വിശ്വസ്തനാണ്, സിഖത്താണ്, സദൂഖാണ്, സത്യസന്ധനാണ്, മഖ്ബൂലാണ്, സ്വീകരിക്കപ്പെടാവുന്നയാളാണ് എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടാലേ ആ വിഷയം സ്വീകാര്യയോഗ്യമായ ഹദീസുകളുടെ പരമ്പരയിൽ അതല്ലെങ്കിൽ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ അതിന്റെ സ്ഥാനം മർദൂദിന്റെ ഘട്ടത്തിലാണ്, മർദൂദിന്റെ ഗണത്തിലാണ്, അഥവാ തിരസ്കൃതമാക്കപ്പെടുന്നവയുടെ ഗണത്തിലാണ് അത് ഉൾപ്പെടുക. ഇതെന്നറിയാത്ത സാധാരണക്കാരില്ല. ആളുകൾ അതിൽ ഉത്ബുദ്ധരായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇങ്ങനെയാണ് മുസ്ലിം ലോകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു ഹദീസ് കിട്ടിയാൽ ആ ഹദീസ് ഒരു ഭാഗത്തുണ്ട് എന്ന് കേട്ടാൽ മഹാന്മാരായ ആളുകളൊക്കെ പരിശോധനക്ക് വേണ്ടി പോകും. എവിടെയാണ് ഹദീസ് ഉള്ളത്? നിങ്ങൾ നോക്കൂ, പല പണ്ഡിതന്മാരുടെയും അവരൊക്കെ എത്ര സൂക്ഷ്മത പുലർത്തി എന്നറിയാനാ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്. പല പണ്ഡിതന്മാരുടെയും മുഹദ്ദിസീങ്ങളുടെയും ചരിത്രത്തിൽ കാണാം, ഒരു ഹദീസ് ഇന്ന ആളുടെ അടുക്കൽ ഒരു ഹദീസ് ഉണ്ട് എന്നറിഞ്ഞാൽ അവർ യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോയിട്ട് വളരെ കാലങ്ങളോളം യാത്ര ചെയ്തിട്ട് പോയി നോക്കുമ്പോ ഒരു ആളുടെ അടുക്കൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു മഹാനായ ഒരു മുഹദ്ദിസ് പുറപ്പെട്ട് അവിടെ എത്തി നോക്കുമ്പോ ഇദ്ദേഹം ദൂരത്ത് നിന്ന് തന്നെ ഈ പറയപ്പെട്ട വ്യക്തിയിൽ ഒരു പ്രവൃത്തി കാണുകയാണ്. എന്താണ് പ്രവൃത്തി? അദ്ദേഹം തന്റെ കയ്യിലുള്ള ഒരു ചെറിയ കൊട്ടയിൽ അല്പം പുല്ലോ എന്തോ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരു ഒട്ടകത്തിന്റെ നേരെ ഇങ്ങനെ നീട്ടുകയാണ്, ഒട്ടകം കൊണ്ട് മുന്നിൽക്ക് വരാൻ വേണ്ടി. ഇതിങ്ങനെ കാണിച്ച് നമ്മളുണ്ടല്ലോ ഇങ്ങനെ മൃഗത്തെ വിളിക്കുന്നത്, ഇങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ട് ആ ഒട്ടകം ഇങ്ങോട്ട് വരുന്നു എന്ന് കണ്ടപ്പോ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഈ പാത്രത്തിലെ ഫുഡ് കൊടുക്കാതെ മാറ്റി വെക്കുകയാണ്. അപ്പോ ഈ രംഗമാണ് ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി ചെന്ന മഹാനായ പണ്ഡിതൻ കാണുന്നത്. മഹാനവറുകൾ എന്ത് മനസ്സിലാക്കി? ഇദ്ദേഹത്തിന്റെ അടുക്കുന്ന ഹദീസ് വേണ്ടാന്ന് വെച്ചു. ഇദ്ദേഹത്തിന്റെ അടുക്കൽ എന്തിന് ഹദീസ് വേണ്ട? കാരണം എന്താ? ഒരു മൃഗത്തെ പറ്റിക്കാനല്ലേ ഈ പണി ചെയ്തത്, ആളെ പറ്റിക്കുന്നവന്റെ ഹദീസ് പറ്റൂല. അത്ര കണിശമായ സൂക്ഷ്മതയോടെയാണ് മുസ്ലിം ലോകം സനദ് പരിശോധിച്ചത്. ഹദീസിന്റെ അതിന്റെ കൃത്യമായ അളവുകോലുകൾ വെച്ചുകൊണ്ടാണ് അവര് ഹദീസുകൾ സ്വീകരിച്ചത്. അങ്ങനെയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെയുള്ള പ്രഗൽഭമതികളായ മുഹദ്ദിസീങ്ങൾ, ഹദീസ് നിരൂപകന്മാരായ ഒട്ടേറെ പണ്ഡിതന്മാർ ഈ ഹദീസുകളിലെ കല്ലും നെല്ലും വേർതിരിച്ചത് ഈ മാനദണ്ഡം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. പക്ഷേ ഇവരുടെയൊക്കെ വിശ്വാസപ്രകാരം ആ മഹാന്മാരുടെയൊക്കെ പ്രവർത്തനങ്ങൾ വെറുതെയായി. കാരണം ഇവർക്ക് വളരെ എളുപ്പമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇവരെപ്പോഴും നബിനെ കാണുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലിനെ ഉണർച്ചയിൽ തന്നെ കാണുകയാണ്. കണ്ടിട്ട് നേരിട്ട് ചോദിക്കാണ്, നബിയെ
ഇങ്ങനെ ഒരു ഹദീസ് കേൾക്കണ്ടല്ലോ, അത് ശരിയാണോ, അത് നിങ്ങൾ പറഞ്ഞാ എത്ര എളുപ്പ. പിന്നെന്തിനാണ് പരിശോധിക്കുന്നത്? സനദിലെ ഓരോ ആളുകളെ പരിശോധിക്കണം. നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാ. നബിയിൽ നിന്ന് കേട്ട സഹാബീനെ മാറ്റി നിർത്തിയാൽ സഹാബത്തിനെ പരിശോധിക്കേണ്ടതില്ല, അവരൊക്കെ നീതിമാന്മാരാണ്. സഹാബിയിൽ നിന്ന് കേട്ട താബീനെ നോക്കണം, താബീനെ നോക്കണം. അവിടുന്ന് ഇങ്ങോട്ട് ആ പരമ്പരയിലുള്ള കണ്ണികളെ മുഴുവൻ പരിശോധിക്കണം. അങ്ങനെ പണ്ഡിതന്മാർ ഹദീസിലെ കല്ലും നെല്ലും വേർതിരിച്ചത്. ഈ പറയുന്ന അന്ധവിശ്വാസികളായ ആളുകൾക്ക് ഒരു പ്രശ്നമല്ലപ്പോ, അങ്ങനത്തെ ഒന്നും ഒരു ആവശ്യമല്ല അവരുടെ വാദപ്രകാരം. അവരെന്താണ്, അവരുടെ ഹോജമാര് നബിനെങ്ങനെ ഇടക്ക് കാണുന്ന നബിനോടനെ നേരിട്ട് ചോദിക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണം കേട്ടോളൂ. റഅയ്തു റസൂലല്ലാഹി, അതാ ഈ ഷാദുലി എന്ന് പറയുന്ന ഷാദുലി ത്വരീഖത്തിന്റെ ശൈഖായ അബുൽ മവാഹിബു ഷാദുലി എന്ന് പറയുന്ന മനുഷ്യൻ പറയാണ്, ഞാൻ അള്ളാന്റെ റസൂലിനെ കണ്ടു. ഫസഅൽതുഹു, അപ്പോൾ ഞാൻ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, അനിൽ ഹദീസിൽ മശ്ഹൂർ, പ്രസിദ്ധമായ ഒരു ഹദീസിനെ കുറിച്ച് ഞാൻ തങ്ങളോട് ചോദിച്ചു. എന്താണ് ആ ഹദീസ്? ഉദ്കുറുല്ലാഹ ഹത്താ യഖൂലു മജ്നൂൻ, ഉദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹ്ക്ക് ദിക്ർ ചൊല്ലുവീൻ, അല്ലാഹനെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണേ. ഹത്താ യഖൂലു മജ്നൂൻ, ഭ്രാന്താണ് അയാൾക്കെന്ന് മറ്റുള്ളവർ പറയുന്നത് വരേക്കും നിങ്ങൾ ദിക്ർ ചൊല്ലിക്കോ എന്ന ഒരു ഹദീസിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. അതേ അവസരത്തിൽ ഫീ സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ എന്ന് പറയുന്ന മുഹദ്ദിസിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ വേറൊരു റിപ്പോർട്ടാണുള്ളത്. അതിൽ വന്നത് ഇങ്ങനെയുമാണ്, അക്സിറൂ മിൻ സിക്രില്ലാഹി ഹത്താ യഖൂലു മജ്നൂൻ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കൂ, നിങ്ങളെ കുറിച്ച് ഭ്രാന്തൻ എന്ന് പറയപ്പെടുവോളം. അപ്പോ ഇങ്ങനെ രണ്ടെണ്ണം കേൾക്കുന്നുണ്ടല്ലോ നബിയെ, ഇതാണ് ഇയാൾ ചോദിക്കുന്നത്. നബി തങ്ങളെ കാണുകയല്ലേ, കണ്ടപ്പോ ചോദിച്ചു എന്ത്? ഉദ്കുറുല്ലാഹ ഹത്താ യഖൂലു മജ്നൂൻ ഒരു റിപ്പോർട്ട്, അക്സിറൂ മിൻ സിക്രില്ലാഹി ഹത്താ യഖൂലു മജ്നൂൻ വേറെ റിപ്പോർട്ട്. ഇതിലേതാ തങ്ങളെ നിങ്ങൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇവര് ചോദിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലും, സദഖ ഇബ്നു ഹിബ്ബാൻ ഫീ റിവായതിഹി വസദഖ റാവി ഉദ്കുറുല്ലാഹ ഫഇന്നി ഖുൽതുഹുമാ മഅൻ മറത്തൻ ഖുൽതു ഹാദാ വമറത്തൻ ഖുൽതു ഹാദാ. എന്താ നബി തങ്ങൾ പറയുന്നത്? ഇബ്നു ഹിബ്ബാന്റെ റിപ്പോർട്ടിൽ വന്നതും ശരിയാണ്, ഉദ്കുറുല്ലാഹ എന്ന് തുടങ്ങുന്ന റിപ്പോർട്ടും ശരിയാണ്. ഫഇന്നി ഖുൽതുഹുമാ മഅൻ, ഞാനത് രണ്ടും പറഞ്ഞിട്ടുണ്ട്, അത് രണ്ടും ഞാൻ പറഞ്ഞതാണ്. മറത്തൻ ഖുൽതു ഹാദാ, ഒരു തവണ ഞാൻ ഇങ്ങനെയും, വമറത്തൻ ഖുൽതു ഹാദാ, മറ്റൊരിക്കൽ ഞാൻ ഇങ്ങനെയുമാണ് പറഞ്ഞത്. കണ്ടോ? അപ്പോ രണ്ട് ഹദീസ്, രണ്ട് കോലത്തിൽ ഒരു ഹദീസ് കണ്ടപ്പോ ഇത് നിങ്ങൾ പറഞ്ഞോണോന്ന് ചോദിച്ചേക്ക് അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കണേ. ഞാൻ രണ്ടും പറഞ്ഞു, രണ്ടും ശരിയാ, ഒരിക്കൽ അങ്ങനെയും പറഞ്ഞു, ഞാൻ ഒരിക്കൽ അങ്ങനെയും പറഞ്ഞുകൊണ്ട് രണ്ട് കേട്ടാലും തെറ്റൊന്നുമല്ല. നബിതങ്ങൾ നേരിട്ട് മുബർക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉണർച്ചയിൽ എപ്പോഴും ഇങ്ങനെ കാണുകയാണ് എന്നർത്ഥം. അവരുടെ ശൈഖുമാര് എപ്പോഴും കാണുകയാണ്. മാത്രല്ല സുഡാനിലുള്ള ഒരു സൂഫി ശൈഖ് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അനുയായികളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ വാദം എന്താണെന്നറിയോ? അന്ന ശൈഖഹും, അവരുടെ ശൈഖ്, ഈ സുഡാനി ശൈഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അദ്ദേഹം കാണുന്നുണ്ട്. കുല്ല യൗമിൻ 24 മറ, 24 തവണ എല്ലാ ദിവസവും കാണുന്നു. ഒരു ദിവസത്തിൽ 24 മണിക്കൂറല്ലേ? ഓരോ മണിക്കൂറിലും മൂപ്പർ റസൂലുള്ളാഹിനെ കാണുകയാണ്. അത് സ്വപ്നത്തിലാണെന്നൊന്നും കേൾവിക്കാർ വിചാരിക്കണ്ട. വറുയാ യഖ്ലതൻ, അതേ സ്വപ്നമൊന്നുമല്ല, നേർക്കുനേരെ ഉണർച്ചയിലാ കാണുന്നത്. ഇതൊക്കെ എഴുതിവിട്ട് വിശ്വസിക്കുന്ന കൗമ നമ്മുടെ കൗമ് എന്ന് നിങ്ങൾ അറിയണം. ഇതൊന്നും സമൂഹത്തിന് അറിയൂല. ഇനിയും കേട്ടോ, വയഖൂലു ഷഅറാനി, ഷഅറാനി എന്ന് പറയുന്ന ഇമാം എന്ന് പറഞ്ഞാൽ ഇവരുടെ വലിയ സൂഫി ഹോജയാണ്. അദ്ദേഹം പറയുന്നു, വകാന യഖൂലു അബുൽ അബ്ബാസുൽ മുർസി എന്ന് പറയുന്ന ഒരു സൂഫി ശൈഖുണ്ട്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? ലീ 40 സന, 40 കൊല്ലം എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാന്റെ റസൂല് എന്നിൽ നിന്ന് മറഞ്ഞിട്ടേ ഇല്ല. 40 കൊല്ലം നബിതങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. വലൗ ഹുജിബതു തറഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന
നേരത്തേക്കെങ്കിലും, ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഞാൻ അള്ളാന്റെ റസൂലിനെ കാണാതെ എനിക്കും റസൂലിനും ഇടയിൽ മറയിടപ്പെട്ടു എന്ന് വന്നാൽ മാ അഅദത്തു നഫ്സി, അങ്ങനെ എങ്ങാനും എനിക്ക് വന്നാൽ, എങ്ങനെ ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും നബി തങ്ങളെ എനിക്ക് കാണാനാവാത്ത ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ മാ അഅദത്തു നഫ്സി, അന്ന് ഞാൻ എന്റെ ശരീരത്തെ എണ്ണുകയില്ല. മിൻ ജുംലത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഞാൻ എണ്ണൂല. എന്ന് എന്റെ നബിയെ ഞാൻ കാണാത്ത ഒരു സെക്കൻഡ് എനിക്ക് വന്നു, ആ നിമിഷം തൊട്ട് ഞാൻ എന്നെ എന്തിൽ എണ്ണൂല, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണൂല എന്ന് അബുൽ അബ്ബാസുൽ മുർസി എന്ന് പറയുന്ന സൂഫി ശൈഖ് പറയാറുണ്ടായിരുന്നു എന്ന് അദാ ശഅറാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ തന്നെ ഉദ്ധരിക്കുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവരുടെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളാണ് ഈ പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, വേറെ പല രൂപത്തിൽ ഇവരുടേതായ വിശ്വാസങ്ങൾ പല ഗ്രന്ഥങ്ങളിലൂടെ ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ചില ഔലിയാക്കന്മാര് വഖദു ഹുക്കിയ കിതാബ് പറയണത് തന്നെ, വഖദു ഹുക്കിയ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അൻ ബഅദിൽ ഔലിയായി, ചില ഔലിയാക്കളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അന്നഹു നിശ്ചയമായും അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദാ ഹദറ മജ്ലിസ ഫഖീഹ്, നബിതങ്ങളല്ല, ഒരു ഫഖീഹിന്റെ സദസ്സിൽ ഹാജരായി. ഒരു വലിയ എവിടെ ഹാജരായി? ഒരു ഫഖീഹിന്റെ അഥവാ കർമ്മശാസ്ത്ര അറിയാവുന്ന ഒരു പണ്ഡിതന്റെ സദസ്സിൽ ഒരു ഔലിയപ്പാപ്പ പോയി ഹാജരായി. ആ സന്ദർഭത്തിലാണ് ഈ പണ്ഡിതൻ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത്. ഫറവാ ദാലിക്കൽ ഫഖീഹു ഹദീസാ, ആ ഈ വലിയ സദസ്സിലുണ്ടായിരിക്കെ ആ വലിയന്റെ സദസ്സിൽ വെച്ചൊരു പണ്ഡിതൻ എന്ത് ചെയ്യാണ്? ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഫഖാല ലഹുൽ വലിയു, അപ്പോൾ ഈ പണ്ഡിതനോട് ഈ വലിയ പറയുകയാണ്, ഹാദൽ ഹദീസ് ബാത്തിൽ, നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ബാത്തിലാണ്, നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് കളവാണ് എന്നീ വലിയ പറയുമ്പോൾ ആ പണ്ഡിതൻ തിരിച്ചു ചോദിക്കുന്നു, വമിൻ ഐന ലക ഹാദാ, ഞാൻ ഉദ്ധരിച്ച ഹദീസ് ദുർബലമാണെന്നോ ബാത്തിലാണെന്നോ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇതാണ് വലിയനോട് ഈ പണ്ഡിതന്റെ ചോദ്യം. അപ്പൊ ഈ വലിയ എന്താ പറയുന്നത്? ഒരു സിമ്പിൾ മറുപടി. എന്താ മറുപടി? ഹാദൻ നബിയു വാഖിഫുൻ അലാ റഅസിക യഖൂൽ, നോക്കടോ, നിന്റെ തലയുടെ ഭാഗത്തതാ മുത്തുനബി വന്ന് നിൽക്കുന്നു, നിന്റെ തലക്ക് ഭാഗത്തതാ മുത്തുനബി വന്ന് നിൽക്കുന്നു. യഖൂലു, എന്നിട്ട് നബി അതാ പറയുന്നു, ഇന്നി ലം അഖുൽ ഹാദൽ ഹദീസ്, തീർച്ചയായും ഞാൻ ഇങ്ങനെ ഒരു ഹദീസ് പറഞ്ഞിട്ടേ ഇല്ല എന്നതാ വിളിച്ചു പറയുന്നു. ഈ കാണില്ലേ, നിന്റെ തലക്കുഭാഗത്ത മുത്തുനബി വന്ന് നിൽക്കുന്നു, ഇന്നി ലം അഖുൽ ഹാദൽ ഹദീസ്, ഞാൻ ഇങ്ങനെ ഹദീസ് പറഞ്ഞിട്ടില്ലേ എന്നതാ നബി തങ്ങൾ പറയുന്നു. ഇതങ്ങോട്ട് പറയേണ്ട താമസം വകുശിഫ ലിൽ ഫഖീഹി, ഈ പണ്ഡിതനും പ്രത്യേകമായ ഒരു വെളിപാടുണ്ടായിട്ട് ഫറആഹു, മൂപ്പരും കണ്ടു അല്ലാഹുവിന്റെ റസൂലിനെ. നോക്കണം നിങ്ങൾ, ഇവർക്കൊന്നും ഒരു പ്രശ്നമല്ല. ഇതൊക്കെ ഷിയാക്കളെ വിശ്വാസമൊന്നുമല്ല ഞാൻ ഈ പറയുന്നട്ടോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും ആൾക്കാരെ വിശ്വാസമൊന്നുമല്ല. നമ്മുടെ നാട്ടിലും ഉള്ള രണ്ട് വിഭാഗം, ഏതു വിഭാഗത്തിൽപ്പെട്ട ഖുറാഫികളാണെങ്കിലും ഖുബൂരികളാണെങ്കിലും തരീഖത്തിന്റെ ആളുകൾക്കൊക്കെ വേൾഡ് അടിസ്ഥാനത്തിലുള്ള ഇവരുടെ വിശ്വാസങ്ങളാണ് ഈ പറയുന്നത്. നോക്കൂ നിങ്ങൾ, അപ്പൊ ഇവർക്കൊക്കെ എത്രയേ ഉള്ളൂ, നബിതങ്ങൾ ഇങ്ങനെ വരിക, അവരുടെ ആവശ്യത്തിന് വരിക, അവർ ചോദ്യം ചോദിക്കുക, അള്ളാന്റെ റസൂൽ ഉത്തരം പറയാ. ഇനി എത്രത്തോളം സുയൂത്തി ഇമാമിന്റെ വീട്ടിൽ അള്ളാന്റെ റസൂൽ കയറി ചെല്ലുകയാണ്. സുയൂത്തി ഇമാം എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ നാട്ടിലൊക്കെ പള്ളി ദർസുകളിൽ തഫ്സീറുൽ ജലാലൈനി എന്ന് പറഞ്ഞിട്ടൊരു തഫ്സീർ ഉണ്ട്. ആ ജലാലൈനി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ പേര്? രണ്ട് ജലാലുമാര് കൂടി എഴുതിയ തഫ്സീർ എന്നാണ്. ആ തഫ്സീറുൽ ജലാലൈനി, രണ്ട് ജലാലുമാര്, ഒന്ന് ജലാലുദ്ദീനു സുയൂത്തി, മറ്റൊന്ന് ജലാലുദ്ദീനുൽ മഹല്ലി. ജലാലുദ്ദീനു സുയൂത്തിയും ജലാലുദ്ദീനുൽ മഹല്ലിയും കൂടെ സംയുക്തമായി എഴുതിയ തഫ്സീറാണ് തഫ്സീറുൽ ജലാലൈൻ. ആ തഫ്സീറുൽ ജലാലൈനിന്റെ മുഫസ്സിരീങ്ങളിൽ ഒരാളാണ് ജലാലുദ്ദീനു സുയൂത്തി. ഈ സുയൂത്തിയുടെ വീട്ടിലേക്ക് കണ്ടോളൂ, ഒരു ശൈഖ് പറയാണ്, ബൈനാന ജാലിസുൻ,
ഞാനിങ്ങനെ ഖുലൈരിയ എന്ന പ്രദേശത്ത് ഷാഫി ഇമാമിന്റെ അതാ പ്രത്യേകമായ കവാടത്തിന്റെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് റഅയ്തു ജമാഅ, ഒരു സംഘത്തെ ഞാൻ കാണുന്നു, അലൈഹിം ബയാദ്, നല്ല വെള്ളയുടുത്ത സംഘമാണ്, വഅലാ റൂസിഹിം ഗമാമത്തും മിൻ നൂർ, അതാ അവരിൽ പ്രകാശത്തിന്റെ പ്രത്യേകമായ മേഘം കൊണ്ട് മൂടപ്പെട്ട നിലക്ക് യഖ്സുദൂനനി മിൻ നാഹിയത്തിൽ ജബൽ, പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്ത് നിന്ന് എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ടീം ഇങ്ങനെ ഇറങ്ങി വരുന്നു. ആരാ വരുന്നറിയോ? ഫലമ്മാ ഖറബൂ മിന്നി, അവരെന്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ ഫഇദാ ഹുവ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു, നബി തങ്ങളാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ സ്വഹാബത്തുണ്ട്. ഫഖബ്ബൽതു യദഹു, ഞാൻ നബി തങ്ങളുടെ കൈ ചുംബിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ എന്നോട് പറഞ്ഞു, അതേ ജലാലുദ്ദീൻ സുയൂത്തിയുടെ വീട്ടിലേക്ക് പോകാം എന്നോട് പറയുന്നു തങ്ങൾ. ഫദഹബതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ ബൈത്തി ശൈഖ് ജലാലുദ്ദീൻ, ജലാലുദ്ദീൻ സുയൂത്തിയുടെ വീട്ടിലേക്ക് നബി തങ്ങളുടെ കൂടെ ഞാൻ പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ കൈമുത്തി അവിടെയുള്ള ആളുകൾ, അതേ നബി തങ്ങളുടെ അസ്ഹാബുകൾക്ക് അദ്ദേഹം സലാം പറയുകയും ചെയ്തു. വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചു, ആദരിച്ചിരുത്തി. അങ്ങനെ ആദരിച്ചിരുത്തിയപ്പോൾ അതാ ജലാലുദ്ദീൻ സുയൂത്തി അള്ളാന്റെ റസൂലിനോട് ചില ഹദീസുകളുടെ ബലാബലത്തെ കുറിച്ചൊക്കെ അങ്ങനെ ചോദിച്ചറിയാൻ തുടങ്ങി. എന്തൊക്കെ വർത്താനം നബി, ഇന്ന ഹദീസുകളൊക്കെ കേൾക്കുന്നുണ്ട്, അതൊക്കെ സഹിയ, ഒക്കെ ലഈഫ, എന്തായി നിങ്ങളുടെ അഭിപ്രായം? വീട്ടിലങ്ങനെ വിളിച്ചെടുത്തിട്ട് അങ്ങനെ ഇരുത്തിയെന്ന് മാത്രല്ല, അങ്ങനെ സുയൂത്തിയുടെ ചരിത്രത്തിലായി ഇവർ ഷഹറാനി രേഖപ്പെടുത്തുകയാണ്. വക്കാന റളിയല്ലാഹു അൻഹു, ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഈ സുയൂത്തി അദ്ദേഹം പറയാറുണ്ട്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്ലതൻ, നബി തങ്ങളെ ഉണർച്ചയിൽ ഞാൻ കാണുന്ന നേരത്ത് നബി തങ്ങൾ എന്നെ എന്താ വിളിക്കാറുള്ളത്? യാ ശൈഖൽ ഹദീസ്, ഓ ഹദീസിന്റെ ശൈഖേ, ഹദീസിന്റെ ശൈഖേ എന്ന് മുത്തുനബി എന്നെ വിളിക്കും. അങ്ങനെ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ എന്നെ കണ്ടപ്പോൾ യാ ശൈഖൽ ഹദീസ് എന്ന് വിളിച്ചപ്പോൾ ഞാൻ നബി തങ്ങളോട് തിരിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അമിൻ അഹ്ലിൽ ജന്നത്തി അനാ, ഞാൻ സ്വർഗ്ഗക്കാരനാണോ, ഞാൻ സ്വർഗത്തിലാണോ നബിയെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നബി തങ്ങൾ മറുപടി പറഞ്ഞു, ഫഖാല നഅം, അതെ നീ സ്വർഗത്തിലാണ്. എനിക്ക് സംശയം തീർന്നില്ല. ഞാൻ പിന്നെയും ചോദിച്ചു, മിൻ ഗൈരി അദാബിൻ യസ്ബിഖ്, ഒരു ശിക്ഷയും മുൻകടക്കാത്ത നിലക്ക് ഞാൻ ആദ്യമേ തന്നെ സ്വർഗത്തിലേക്ക് അങ്ങ് പ്രവേശിപ്പിക്കപ്പെടുമോ നബിയെ? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ഉടനെ വന്നു, ലകദാലിക, നിനക്ക് അങ്ങനെ തന്നെ, ഒരു ശിക്ഷയും നിന്നെ തൊടാതെ നീ സ്വർഗാവകാശി തന്നെ. സുയൂത്തി ഇമാമിനോട് ആര് പറയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇവർക്കൊന്നൊരു വിഷയമല്ല, ഒരു പ്രശ്നമല്ല. അപ്പൊ ഇവർക്കിങ്ങനെ എപ്പോഴും ഇവരുമായി സംവദിക്കുന്നു, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനുത്തരം പറയുന്നു. ഈ രൂപത്തിലുള്ള പ്രത്യേകമായ സംവിധാനങ്ങളാണ് ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വാദിക്കുന്നത്. തീർന്നില്ല. ഇനിയും നബിതങ്ങളെ കുറിച്ചുള്ള ഇവരുടെ അബദ്ധധാരണകൾ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരുടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ട ഇത് ഏതോ ഒരു ഖൗമിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. അല്ല, എന്റെയും നിങ്ങളുടെയും കൂടെ പാർക്കുന്ന നമ്മുടെ നാട്ടിലുള്ള സമൂഹത്തിന്റെ വിശ്വാസ രംഗത്തുള്ള ദയനീയ മുഖമാണ് ഈ പറയുന്നത്. ഇവരെ നന്നാക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ഇവരെ ഉപദേശിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? അന്ധവിശ്വാസത്തിന്റെ പിണിയാളുകളായിട്ട് ഈ സമൂഹം മാറുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? എന്താ അവരുടെ വാദം കേട്ടോ. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്ളുറു കുല്ല മജ്ലിസിൻ ഔ മകാനിൻ അറാദ ബിജസദിഹി വറൂഹിഹി വയസീറു ഹൈസു ശാഅ ഫി അഖ്താരിൽ അർളി ഫിൽ മലകൂതി വഹുവ ബിഹൈഅതിഹി അല്ലതി കാന അലൈഹാ ഖബ്ല വഫാതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ മജ്ലിസിലും, എല്ലാ സ്ഥലത്തും, അവിടുന്ന് ഉദ്ദേശിക്കുന്ന ഏത് മജ്ലിസിലും ഏത് സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജരാകുന്നുണ്ട്. എങ്ങനെ? ബിജസദിഹി വറൂഹിഹി, നബി തങ്ങളുടെ തടിയും റൂഹും കൊണ്ട് തന്നെ.
നബിതങ്ങളുടെ ആത്മാവ് മാത്രമല്ല വരുന്നത്, തടിയോടുകൂടെ തന്നെ വരുന്നുണ്ട്. വയസീറു ഹൈസു ശാഅ ഫീ അഖ്താരിൽ അർളി, അതേ ഈ ഭൂമിയുടെ എല്ലാ വൻകരകളിലും അതുപോലെ തന്നെ കോണുകളിലും അവിടുന്ന് ഉദ്ദേശിക്കുന്ന എവിടെയൊക്കെയാണോ അവിടുന്ന് സഞ്ചരിക്കുകയാണ്. നബിതങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഫിൽ മലകൂത്തി, പ്രപഞ്ചത്തിലതാ എല്ലാ സ്ഥലങ്ങളിലും അവിടുന്ന് സഞ്ചരിക്കുകയാണ്. എങ്ങനെ? വഹുവ, അദ്ദേഹം നബിതങ്ങൾ അവിടുന്ന് വഫാത്താകുന്നതിന്റെ മുമ്പുള്ള വേഷം, വഫാത്താകുന്നതിന്റെ മുമ്പുള്ള രൂപത്തിൽ തന്നെ അതാ അവിടുന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഈ ഭൂമിയിലൂടെ മുഴുവനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊക്കെ ഹാജരാകും. അതുകൊണ്ടും തീർന്നില്ല. അന്നലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് കഴിവുണ്ട് അലത്തശക്കുലി വല്ലുഹൂരി ഫീ സുവരി മശായിഖി സൂഫിയ, സൂഫി ശൈഖുമാരുടെ രൂപം പ്രാപിച്ചുകൊണ്ട് നബി തങ്ങൾ ഇങ്ങനെ കോലം മാറി വരാനും കഴിയും. ചില സൂഫി ശൈഖുമാരുടെ കോലത്തിൽ ചിലപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. ഇങ്ങനെ പ്രത്യക്ഷപ്പെടും എന്ന് മാത്രമാണോ? നിങ്ങൾ നോക്കൂ, അറബി ഉദ്ധരണികൾ മാത്രമല്ലേ ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇനി കാണുന്ന പ്രസിദ്ധീകരണം ഏതാണ്? ഇത് നമ്മുടെ കേരളത്തിൽ ഇറക്കിയ പുസ്തകമാണ്. കേരളത്തിൽ ഇറക്കിയിട്ടുള്ള ഈ പുസ്തകത്തിന്റെ പേരെന്താണ്? കണ്ടോ, ഔദാര്യത്തിന്റെ ആരാമം എന്നാണ്. ഔദാര്യത്തിന്റെ ആരാമം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിന്റെ ഓതറാരാണ്? റസാ ബറേൽവി. റസാ ബറേൽവി എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഒരു കുബൂരി പണ്ഡിതനാണ്. ബറേൽവികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഏറ്റവും കടുത്ത ശിർക്കിന്റെ വക്താക്കളായ ബറേൽവികൾ. ആ ബറേൽവികളുടെ നേതാവായ അഹമ്മദ് ഖാൻ റസാ ബറേൽവി, ആ ബറേൽവിയുടെ ഉറുദുവിലുള്ള ഗ്രന്ഥത്തിന് ഷാഹുൽ ഹമീദ് ബാക്കവി എന്ന് പറയുന്ന ഒരു ശാന്തപുരത്തുകാരൻ ഖുറാഫി AP പണ്ഡിതനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ കേട്ടോ, എന്താ ഇതിൽ പറയുന്നത്? എന്താ പറയുന്നതെന്നറിയോ? മേം ദൂർ തും തോ ഹോ മേരേ പാസ്, സുൻ ലോ മേരി പുകാർ ആഖാ. എന്താ ഇതിനർത്ഥം? ഞാൻ വിദൂരതയിലാണെങ്കിലും അങ്ങ് എന്റെ സമീപമാണല്ലോ, എന്റെ വിലാപമൊന്ന് കേൾക്കണേ നേതാവേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഞാൻ വിദൂരതയിലാണെങ്കിലും അങ്ങ് എന്റെ സമീപമാണല്ലോ. ഇനി അതിന്റെ തഫ്സീർ കേട്ടോ. ഈ മുസ്ലിയാർ കൊടുക്കുന്ന തഫ്സീർ എന്താ? സാരം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വരി ഓരോ മുസ്ലിമും ശരിക്കും പഠിച്ചു വെച്ചോ. അതേ നമ്മുടെ നാട്ടിലെ സമൂഹത്തിന് നബി തങ്ങളെ കുറിച്ചുള്ള വിശ്വാസമാ പറയാൻ പോകുന്നത്. കേട്ടോളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. നബി തങ്ങൾ എല്ലാ മുസ്ലിമിന്റെയും കൂടെ തന്നെ നടക്കുകയാണ്. തങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുന്നു, വ്യക്തമായി അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ മുസ്ലിമിന്റെയും കൂടെയുണ്ട്. സർവ മുസ്ലിമിന്റെയും എല്ലാ പ്രവർത്തനങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഈ സമൂഹത്തിന്റെ വിശ്വാസം അറിയണമെങ്കിൽ ഇവർക്കിടയിൽ ഇറങ്ങിച്ചെല്ലണം. ഈ സമൂഹം എന്താ വിശ്വസിക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെഴുതിയത് വായിക്കണം, ഇവർ പ്രസംഗിച്ചത് കേൾക്കണം. എന്നാലേ തിരിയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. ചില ആൾക്കാർ ചോദിക്കും, നിങ്ങളെന്തിനാ മോലേന്മാരെ ബുക്ക് വായിക്കുന്നത്, നിങ്ങളെന്തിനാ മോലേന്മാരെ പ്രസംഗത്തിന്റെ ക്ലിപ്പിടുന്നത്? ഇതിനെന്നെ ഇവരുടെ വിശ്വാസം എന്താണെന്ന് അറിയണമെങ്കിൽ ഇവരെഴുതിയത് വായിക്കണം. ഇവരെഴുതി പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് വായിച്ചാൽ ഇവരുടെ വിശ്വാസം മനസ്സിലാവുക. ഇത് ലേറ്റസ്റ്റ് പുസ്തക. ഈ പുസ്തകത്തിലാ പറയുന്നത് എന്ത്? അള്ളാന്റെ റസൂൽ ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. തങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കണം നിങ്ങൾ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരുടെയും കൂടെയുണ്ട്. മാത്രമല്ല ഇനി കുറെ വിശദീകരിച്ചിട്ട് അവസാനം പറയുകയാണ്, ആയതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം. കണ്ടോ, അത് ഇവരുടെ സുന്നത്ത് ജമാഅത്താ. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതിന് പല കക്ഷികളും ആ പേര് അവകാശപ്പെടുന്നുണ്ട്. ഇവര് ഇത് അവകാശപ്പെടുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് കക്ഷിയാ. ഇവര് പറയാണ് ആയതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം എന്താ വിശ്വസിക്കേണ്ടത്? എന്ത് വിശ്വസിച്ചാലേ സുന്നത്ത് ജമാഅത്താകൂ, അല്ലെങ്കിൽ പഴച്ചോനാകും? എന്താ വിശ്വസിക്കേണ്ടത്? നബി
സല്ലല്ലാഹു അലൈഹി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും സമീപത്ത് തന്നെയുണ്ട്. നബി തങ്ങൾ എല്ലാവരുടെയും സമീപത്തുണ്ട്, നിങ്ങളോടൊപ്പമുണ്ട്, എന്നോടൊപ്പമുണ്ട്. ഞാൻ ചെയ്യുന്നത് മുഴുവനും നബി തങ്ങൾ വ്യക്തമായി കാണുകയാണ്, ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കുകയാണ്, ഞാൻ ചിന്തിക്കുന്നത് അവിടുന്ന് വ്യക്തമായിട്ട് അറിയുകയാണ്. എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തുകൊണ്ട് എന്റെ കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് നമ്മുടെ കേരളത്തിലെ ഈ കക്ഷികൾ എന്ന് വന്നാൽ. എവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമുള്ളത്? ഇവരെവിടെയാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം എന്താണ്? അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നെ വിളിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ നിന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണെന്ന് പറഞ്ഞേക്കൂ നബിയേ. അള്ളയാണ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ, അള്ളയാണ് നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്നവൻ. നമ്മുടെ എല്ലാം വ്യക്തമായി കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തുകൊണ്ട് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ശക്തിയേയുള്ളൂ, അത് അല്ലാഹു റബ്ബുൽ ആലമീൻ. അവനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ മാത്രമുള്ള ഈ പ്രത്യേകതയിൽ നബിതങ്ങളെയും മറ്റുള്ളവരെയും നമ്മൾ കൂറുകൂട്ടി പങ്കു ചേർത്തു. അതാണ് ശിർക്ക്. നോക്കണം, ഈ ശിർക്കൻ വിശ്വാസാണ് നമ്മുടെ സമൂഹത്തിനുള്ളത്. അപ്പൊ ഈ ഇബാദത്തിന്റെ വിശ്വാസം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ എല്ലാവരുടെയും കൂടെ, ഇവരൊക്കെ കൂടെ. മാത്രല്ല, ഈ നബിതങ്ങളെ കുറിച്ച് മാത്രല്ല, മഹാന്മാരായ ആളുകൾ അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളൊക്കെ അവരുടെ ഖബറിൽ കടന്നിട്ട് എല്ലാം ഇവിടെ അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2-3 ദിവസം മുമ്പ് ഞാൻ നെറ്റിലൂടെ കേട്ടു, ദാറുൽ ഹുദ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലിയിൽ ഒരാൾ പ്രസംഗിക്കുകയാണ്. എന്ത്? ഈ സ്ഥാപനത്തിന് തറക്കല്ലിട്ട മഹാന്മാരായ ആളുകൾ, കുറെ ആളുകൾ, അതിന്റെ പ്രാരംഭകാല പ്രവർത്തകന്മാരെയോ നേതാക്കന്മാരെയോ ഒക്കെ ഇങ്ങനെ എണ്ണീട്ട് മൂപ്പര് പറയാണ്, അവരൊക്കെ ഇതാ അവരുടെ ഖബറിൽ കിടന്നുകൊണ്ട് ഈ രംഗം കണ്ട് ആസ്വദിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ വളർച്ച കണ്ടവർ ആസ്വദിക്കുകയാണ്. ഈ യോഗത്തിനെത്തിയ ജനങ്ങളെ കണ്ടുകൊണ്ടവര് അഭിമാനിക്കുകയാണ്. കണ്ടോ? അവ ഇവർക്കുള്ള ധാരണ എന്താണ്? ഇവരെല്ലാം ഇങ്ങനെ ഖബറിൽ കിടന്ന് ഇങ്ങനെ കാണുകയാണ്, ലൈവായിട്ട് എല്ലാം കാണുകയാണ്, എല്ലാം കാണുക, എല്ലാം കേൾക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ആ വിശ്വാസം, മറ്റുള്ളവരെ കുറിച്ചും ആ വിശ്വാസം, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എവിടെയാണെങ്കിലും അതാ ഇയാൾ പാട്ട് പാടിയിട്ട് പറയുന്നത്, ഞാൻ വിദൂരതയിലാണെങ്കിലും അങ്ങ് എന്റെ സമീപത്തുണ്ടല്ലോ, ആയതിനാൽ നബിയെ എന്റെ വിലാപമൊന്ന് കേൾക്കണേ എന്ന് മഹാനായ നബി തങ്ങളോട് വിളിച്ച് തേടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ട കാര്യം, അള്ളാഹുവിനെ കുറിച്ച് മാത്രം വിശ്വസിക്കേണ്ടുന്ന കാര്യം ഇതാ, നബിതങ്ങളെ കുറിച്ചും മഹാന്മാരെ കുറിച്ചും ഒക്കെ വിശ്വസിക്കുകയാണ്. ഈ കൗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും പറഞ്ഞിട്ട് ഞങ്ങളാണ് ഒറിജിനൽ സുന്നത്ത് ജമാഅത്തുകാര്, നിങ്ങളൊക്കെ പിഴച്ചവരാണ്, നിങ്ങളൊക്കെ നരകത്തിലേക്കാണ്, നിങ്ങളൊക്കെ നബിതങ്ങൾ എണ്ണിയ 73-ൽപ്പെട്ട പാർട്ടിയാണ്, നിങ്ങളോട് മിണ്ടാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, വിവാഹബന്ധം പാടില്ല, മരിച്ചാൽ കാണാൻ പാടില്ല, മയ്യത്തുസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അകറ്റി നിർത്തുന്ന ഈ കക്ഷികൾ എന്താണ് ഇവിടെ വാദി പ്രതിയായി മാറുകയാണ്. മനസ്സിലാക്കണം, എത്രമാത്രം അബദ്ധത്തിലേക്കാണ് ഈ സമൂഹം പോകുന്നത്. ഇവരെ നന്നാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? നമ്മൾ വെറുതെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നും പറഞ്ഞ് ജീവിച്ചാൽ മതിയോ? ഇല്ല, ഇത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. ഇത്തരത്തിലുള്ള വിശ്വാസമുള്ള ആളുകളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇനിയും നോക്കൂ നിങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഈ രൂപത്തിലുള്ള അബദ്ധമായ ധാരണകൾ ഇവർ സമൂഹത്തിന്റെ മുമ്പാകെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു. അങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, നബി തങ്ങൾ ഇങ്ങനെ വരികയെന്ന് മാത്രല്ല, ഇന്ന് ഇവർ കൊണ്ടു നടക്കുന്ന പല ദിക്റുകളും പല സ്വലാത്തുകളും ആര് നേരിട്ട് വന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ്? അവർ അവകാശവാദം നബി തങ്ങൾ വന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് പോലും. അതിൽപ്പെട്ട ഒരു ഉദാഹരണം കേട്ടോ. എന്താ അതിൽപ്പെട്ട ഒരു ഉദാഹരണം? ഇവരുടെ ഒരു ശൈഖ് പറയാണ്. ഇവരുടെ ഒരു ശൈഖിന്റെ അവകാശവാദം എന്താണെന്നറിയോ? ആ ശൈഖ് പറയുന്നത് ഒരു തരീഖത്തിന്റെ ശൈഖാണ്. അദ്ദേഹം പറയുന്നത് ജൗഹറത്തുൽ കമാൽ എന്ന് പറഞ്ഞിട്ടൊരു സ്വലാത്തുണ്ട്. ജൗഹറത്തുൽ കമാൽ ഇവരെല്ലാം സൂഫികൾക്കും അറിയാതെ. ആ ജൗഹറത്തുൽ കമാലിന്റെ പ്രത്യേകത എന്താണ്?
ഫഹിയ മിൻ ഇംലാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിസയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു. നമ്മുടെ ശൈഖായ മഹാനവറുകൾക്ക് നബി തങ്ങൾ വന്ന് നേരിട്ട് ചൊല്ലിക്കൊടുത്ത സ്വലാത്താണിത്. യഖ്ലതൻ, ഉണർച്ചയിൽ, ലാമനാമൻ, സ്വപ്നത്തിലൊന്നുമല്ല, നേരിട്ട് നബി തങ്ങൾ വന്ന് ചൊല്ലിക്കൊടുത്ത സ്വലാത്താണിത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഒരു തവണ ഒരാൾ ചൊല്ലിയാൽ ലോകം മുഴുവൻ 3 തവണ തസ്ബീഹ് ചൊല്ലുന്നതിന് കിടപിടിക്കും. ലോകത്തുള്ള സർവ്വചരാചരങ്ങളും കൂടിയും അള്ളാഹ്ക്ക് തസ്ബീഹ് ചൊല്ലി എന്നാണ് സങ്കല്പിക്കുക. എത്ര തവണ? ഒരിക്കലല്ല, 3 തവണ. അങ്ങനെ 3 തവണ വേൾഡ് മുഴുവനുള്ള ചരാചരങ്ങൾ തസ്ബീഹ് ചൊല്ലിയതിന് സമാനമാണ് ഇത് ഒരിക്ക പറയല്, ഒരു തവണ ഇത് ചൊല്ലല്. ഇനിയും കേട്ടോളൂ. ഇതൊരാൾ കൃത്യമായി കൊണ്ട് നടന്നാൽ എല്ലാ ദിവസവും 7 തവണ ഈ സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ യുഹിബ്ബുഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അവനെ പ്രിയം വെക്കുക മാത്രമല്ല, വഅന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ ഖുലഫാഉൽ അർബഅ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും വൽ ഖുലഫാഉൽ അർബഅ, അതേ അവിടുത്തെ 4 ഖലീഫമാരും യഹ്ളുറൂന, അവർ ഹാജരാകുന്നതാണ്, മഅദ്ദാകിരി, ഈ ദിക്ർ ചൊല്ലുന്നവന്റെ സമീപത്ത്, ഇൻദസ്സാബിഅതി മിൻഹാ, 6 ചൊല്ലിക്കഴിഞ്ഞ് 7ാമത്തതിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് നബിതങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു തആല അൻഹുവും അവിടെ ഹാജരാകും. അവർ പോകില്ല ഏതുവരെ, വലാ യുഫാരിഖൂനഹു, അവരാ സദസ്സിൽ നിന്ന് ഈ മനുഷ്യനെ വിട്ട് പിരിയുന്നതല്ല, ഹത്താ യഫ്റുഗ മിൻ ദിക്രിഹാ, ഈ ദിക്ർ എപ്പ ചൊല്ലി അവസാനിപ്പിക്കുന്നുവോ അപ്പോഴല്ലാതെ ഈ 5 ആളും എഴുന്നേൽക്കൂല. ഇതൊക്കെ ഇവരുടെ കിതാബുകൾ വന്നതാ. ഇതിപ്പോ ഗദ്യത്തിൽ വന്നത്. പദ്യത്തിലും ബൈത്തിലും അവർ അവകാശപ്പെടുന്നുണ്ട്. വമൻ തലാ ജൗഹറത്തൽ കമാലി സബ്അൻ യകൂനു സയ്യിദുൽ ഇർസാലി വൽ ഖുലഫാഉർ റാഷിദൂനൽ അർബഅ മദാമ ദാകിറൻ ലഹാ ബഅദുമാ وذاك بالأرواح والذوات وليس للمنكر من نجاتي. ഇതാ പറഞ്ഞിരുന്നു കേട്ടോ. വമൻ തലാ ജൗഹറത്തുൽ കമാലി, ആരെങ്കിലും ഈ പോരിശയാക്കപ്പെട്ട ജൗഹറത്തുൽ കമാൽ എന്ന ദിക്ർ ചൊല്ലിയാൽ, 7 തവണ ചൊല്ലിയാൽ, അതാ സയ്യിദുൽ മുർസലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും 4 ഖുലഫാഉർ റാഷിദീങ്ങളും ഇവൻ ഈ ദിക്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേരത്തൊക്കെയും ഇവന്റെ കൂടെയുണ്ട്. ശ്രദ്ധിച്ചോളണം, ഇവന്റെ കൂടെയുണ്ട്. എന്നിട്ടോ അതെങ്ങനെയാ? വദാക ബിൽ അർവാഹി വദ്ദവാതി, നബിതങ്ങളുടെ റൂഹ്, അതുപോലെ തന്നെ സഹാബിമാരുടെ റൂഹ്, അവരുടെ തടി കൊണ്ട് തന്നെ അവർ വരുന്നുണ്ട്. ഇനി ശ്രദ്ധിച്ചോ അടുത്ത വാചകം, വലൈസ ലിൽ മുൻകിരി മിൻ നജാതി, ഇതിനെ നിഷേധിക്കുന്നവൻ രക്ഷപ്പെടൂല, ഇത് നിഷേധിക്കുന്നവന് ഒരു രക്ഷയുമില്ല എന്നൊരു ഭീഷണിയുമുണ്ട് അവസാനത്തെ വാചകമായിട്ട്. അപ്പൊ അത്രത്തോളം പറഞ്ഞാണ് പേടിപ്പിക്കുകയാണ്. ഇത് വിശ്വസിച്ചോളണം. ഇതൊക്കെയാണ് ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് വിശ്വസിക്കുന്നത്. ഇനിയും നോക്കൂ, ഇവരുടെ വേറൊരു തരീക്കത്താണ് തീജാനി തരീക്കത്ത്. അതൊക്കെ ആദ്യം കേൾക്കും. നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ സൈസും ഉണ്ട് ട്ടാ, എല്ലാ സൈസും നമ്മുടെ നാട്ടിലുണ്ട്. തീജാനി തരീക്കത്തുകാരുണ്ട്, പല തരീക്കത്തുകാരുണ്ട്. അപ്പൊ ഈ തീജാനി തരീക്കത്തിന്റെ ദിക്റിന്റെ ഫള് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ഖലീഫമാരുമൊക്കെ വമ്പിച്ച ഒരു സംഘം മലക്കുകളുടെ കൂടെ തന്നെ ഈ സ്ഥലത്ത് ഹാജരാകും. ഈ ദിക്റിന്റെ മഹത്വം അറിയാതെ വന്നിരുന്നവനാണെങ്കിലും അവനും ആ പ്രതിഫലം കിട്ടുന്നതാണ്. എന്താ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എത്രത്തോളമാണ് ഈ സമൂഹം അന്ധവിശ്വാസത്തിലേക്ക് പോയത്. ഇസ്ലാമും ഇവരായിട്ടൊന്നും ബന്ധമില്ലാതായി മാറുകയാണ്. ഇസ്ലാം ഒരു വഴിക്ക് നീങ്ങുന്നു അതിന്റെ രാജപാതയിൽ, അതിന്റെ തെളിഞ്ഞ പാതയിലൂടെ ഇസ്ലാം അതിന്റെ ശരിയായ റൂട്ടിലൂടെ പോകുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, അവിടുന്ന് ഒരു നേർവര വരച്ചു. ഒരു നേർവര വരച്ചിട്ട് എന്താ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വഅന്ന ഹാദാ
സിറാത്തി മുസ്തഖീമാ. ഇതാണ് കേട്ടോ എന്റെ നേരായ പാത, എന്റെ നേരായ പാത ഇതാണ്. അല്ല പറഞ്ഞതാണ് പരിശുദ്ധ ഖുർആനിലൂടെ, ഫത്തബിഉഹു, ആ പാതയെ നിങ്ങൾ പിൻപറ്റിക്കോളണം. വലാ തത്തബിഉസ് സുബുൽ, നബി തങ്ങൾ ഒരു നേർവര വരച്ചിട്ട് ആ നേർവരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ വേറെയും ചില വരകൾ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ നേർവരയാണ് എന്റെ പാത. അപ്പുറവും ഇപ്പുറവുമൊക്കെ കാണുന്ന വരകൾ, ആ ഓരോ വരകളും ഓരോ മാർഗങ്ങളാണ്. ആ മാർഗമുഖത്തെല്ലാം, ആ വഴിമുഖത്തെല്ലാം ഓരോ ശൈത്താന്മാരിരിപ്പുണ്ട്, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ. അതാണ് ഇപ്പൊ ഒന്ന് ലോകം. ഒരുപാട് തരീക്കത്തുകൾ, ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരീം, നിങ്ങൾക്ക് ആത്മീയമായ രക്ഷ ഇവിടെയാണ്, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്താണ്. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ആളെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നബി തങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള കക്ഷികളെ നിങ്ങൾ സൂക്ഷിച്ചോളണം. മഹാന്മാർക്ക് പരിചയമില്ലാത്ത, സഹാബത്തിന് പരിചയമില്ലാത്ത കള്ളവാദങ്ങളുമായി വരുന്ന ദജ്ജാലുകൾ, കദ്ദാബുകൾ, അവര് നിങ്ങളെ പിഴപ്പിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടുപോകാൻ പാടില്ല. ആ രൂപത്തിലുള്ള ഏറ്റവും അബദ്ധങ്ങളാണ് ഈ സമൂഹം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും നോക്കൂ നിങ്ങൾ, ഇനിയും നോക്കൂ. ഈ പറയുന്ന സലാത്തിന്റെ തന്നെ, ഈ ദിക്റിന്റെ തന്നെ മറ്റൊരു പോരിശ പറയാണ്. ഇതാരെങ്കിലും 12 തവണ പാരായണം ചെയ്താൽ, എന്നിട്ടവൻ പാരായണം ചെയ്തിട്ട് അവസാനം എന്ത് പറയണം? ഹദിഹി ഹദിയത്തും മിന്നീ ഇലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇത് എന്നിൽ നിന്ന് അങ്ങേക്കുള്ള സമ്മാനമാണ്, അങ്ങേക്ക് എന്നിൽ നിന്നുള്ള ഹദിയയാണിത് എന്ന് പറഞ്ഞാൽ ഫകഅന്നമാ സാറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ അല്ലാഹുവിന്റെ റസൂലിനെ സന്ദർശിച്ചവനെ പോലെയാണ്. വല്ലൗലിയാ, ഔലിയാക്കളെയും വസ്സാലിഹീന, സാലിഹീങ്ങളെയും മിൻ അവ്വലിൽ വുജൂദി ഇലാ വഖ്തിഹി, ലോകത്തിന്റെ പ്രാരംഭകാലം മുതൽക്ക് ഏതൊക്കെ നബിമാരും ഏതൊക്കെ സാലിഹീങ്ങളും ഔലിയാക്കളും ഉണ്ടായിട്ടുണ്ടോ എല്ലാവരെയും സന്ദർശിച്ചതിന്റെ കൂലിയാണ് ഇത്. 12 തവണ എണ്ണിയിട്ട് ചൊല്ലിയിട്ട് ഇത് എന്നിൽ നിന്ന് അങ്ങേക്കുള്ള ഹദിയയാണെന്ന് പറഞ്ഞാൽ. ഇനിയും കേട്ടോ, ആർക്കെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ബാധിച്ചിട്ട് വഖറഅഹാ 65 മറ, 65 തവണ ആരെങ്കിലും ഇത് പാരായണം ചെയ്താൽ ഉടനടി അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. അതുപോലെ ഇദാ ദഅവമാലാ ദിക്രിഹാ, ഈ ദിക്ർ ഒരാൾ ദായിമാക്കി കഴിഞ്ഞാൽ, പതിവാക്കി കഴിഞ്ഞാൽ, സാറ വലിയം മിൻ ഔലിയാ ഇല്ലാ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു വലിയായിട്ടവൻ മാറുന്നതാണ്. നോക്കണം നിങ്ങൾ, ഈ രൂപത്തിലൊക്കെ എത്രയൊക്കെ ഇതിന്റെ പോരിശയും എത്രയൊക്കെ ഇതിന്റെ മഹത്വമൊക്കെ പറയുന്നത് ഞങ്ങൾ വിചാരിച്ചത്. ഇങ്ങനെ ഓരോ രൂപത്തിൽ ഇവരുണ്ടാക്കിയ ഒരുപാട് വ്യാജ ദിക്റുകളും സ്വലാത്തുകളുണ്ട്. ഇവക്കൊക്കെ നബി തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളെക്കാളും സ്വലാത്തുകളെക്കാളും വമ്പൻ ഓഫറുകളാണ് ഇവർ നൽകുന്നത്. വമ്പിച്ച ഓഫറാണ്. ഒന്നുണ്ടൊന്നുമല്ല, ധാരാളം ഓഫർ. ഒരു സ്വലാത്തിന്റെ പോരിശ കേട്ടോ. എന്താണ് ആ സ്വലാത്തിന്റെ പേര്? സ്വലാത്തുൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖാനാണ്. സ്വലാത്തുൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ, അടക്കപ്പെട്ടതൊക്കെ തുറക്കും ഈ സ്വലാത്ത്. എവിടെ അടച്ചിട്ടുണ്ടോ ആ ഒക്കെ തുറക്കണ സ്വലാത്താ. ഇതിന്റെ പോരിശ കേട്ടോളിങ്ങള് ശരിക്ക് കണക്ക് കൂട്ടിക്കോളി. ഞാൻ അങ്ങനെ പറയുമ്പോ ശ്രദ്ധിക്കുക, പോരിശ പറയാൻ പോകുന്നത്. 1 ലക്ഷം സമുദായം ഉണ്ട് എന്ന് വിചാരിക്കാം. എത്ര ലക്ഷം? 1 ലക്ഷം സമുദായം. ഓരോ സമുദായത്തിലും 1 ലക്ഷം ഗോത്രങ്ങൾ ഉണ്ട് എന്ന് കൂട്ടിക്കോ. ഓരോ ഗോത്രത്തിലും 1 ലക്ഷം പുരുഷന്മാരുണ്ട് എന്ന് കൂട്ടിക്കോ. അങ്ങനെയുള്ള ആ എണ്ണം ആളുകളിൽ ഓരോരുത്തരും 1 ലക്ഷം കൊല്ലം ജീവിക്കുമാണ്. അപ്പൊ എത്രയും നിങ്ങൾ കാസറ്റ് കേട്ടിട്ട് കണക്കൂട്ടിയാൽ മതി കേട്ടോ, ഇപ്പൊ പറയാൻ പറ്റൂല. അങ്ങനെയാണ് സങ്കല്പിക്കുക. എന്നിട്ട് ഓരോരുത്തരും എല്ലാ ദിവസവും സ്വലാത്തുൽ ഫാത്തിഹ് അല്ലാത്ത സ്വലാത്ത് 1000 തവണ ചൊല്ലിയാലും ഈ സ്വലാത്ത് 1 തവണ ചൊല്ലുന്ന പ്രതിഫലം ലഭിക്കില്ല. ഞാൻ അറബി ഇബാറത്ത് വായിക്കാതെ സമയം ചുരുക്കാൻ വേണ്ടി ഞാൻ ട്രാൻസ്ലേഷനാ പറഞ്ഞു. ഇതിനൊക്കെ നമ്മളടുത്ത് കിതാബിൽ രേഖയുണ്ട്. ഇവരെ എവിടെ പറഞ്ഞു, എവിടെ ഉദ്ധരിച്ചു, എവിടെയാണ് ഇത് വന്നത്, ഏത് ഹോജ ഇത് പറഞ്ഞത്, ആരുടെ കിതാബിലാണ് പറഞ്ഞത്, ഒക്കെ കൃത്യമായിട്ട് രേഖയുണ്ട്. മാത്രല്ല ഈ ഷെയ്ഖിന് ഈ സ്വലാത്ത് ഇങ്ങനെ നബിതങ്ങള് പഠിപ്പിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് മൂപ്പരിക്കാൻ തോന്നി അള്ളാന്റെ റസൂല് പഠിപ്പിച്ച സ്വലാത്തൊന്ന് ചൊല്ലുക. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച സ്വലാത്ത് ഉണ്ടല്ലോ, നമ്മൾക്ക് പരിചയമുള്ള സ്വലാത്ത്, അതൊന്ന് ചൊല്ലാൻ വേണ്ടി മൂപ്പർ ഒരിക്കൽ അതൊന്നും ഇങ്ങനെ ചൊല്ലിയപ്പോ നബിതങ്ങൾ പറഞ്ഞു, അതോ ഈ വാക്ക് പഴയതിൽ തന്നെ മടങ്ങി. ഏതാ ഈ പഴയത് മൂപ്പർക്ക് ഇപ്പൊ കിട്ടിയത്? ഈ സ്വലാത്തുൽ ഫാത്തിഹ തന്നെ. അപ്പോൾ ഞാൻ നബിതങ്ങളോട് അതിന്റെ ഫളിനെ കുറിച്ച് ചോദിച്ചു. എന്തുകൊണ്ടാ തങ്ങളെ
ആ സ്വലാത്ത് വിട്ടിട്ട് ഈ സ്വലാത്തുൽ ഫാത്തിഹനെ ചൊല്ലാൻ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് എന്താണ് തങ്ങളെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഫാഖ്ബറനി, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് വിവരം പറഞ്ഞു തന്നു. എന്താ പറഞ്ഞു തന്നത്? അന്നൽ മർറത്തൽ വാഹിദത മിൻഹാ, ഈ സ്വലാത്തുൽ ഫാത്തിഹ ഒരു തവണ നീ ചൊല്ലുന്നത് തഅ്ദിലു മിനൽ ഖുർആനി 6 മർറാത്ത്, ഖുർആൻ 6 തവണ ഖത്തം തീർക്കുന്നതിനോട് കിടപിടിക്കും. 6 തവണ ഖുർആൻ ഖത്തം തീർക്കുന്നതിനോട് കിടപിടിക്കും ബന്റെ സ്വലാത്തുൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖാൻ. മനസ്സിലാക്കണം. മാത്രമല്ല രണ്ടാമത് പിന്നെ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും കൂടെ ഒരു 6000 തവണ നീ ദിക്റോ സ്വലാത്തോ തസ്ബീഹോ ഖുർആനോ ഒക്കെ ഓതിയാലും അതിനേക്കാണൊക്കെ കിടപിടിക്കുന്നതാണ് ഇത് എന്നും എന്നോട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിവരുടെ സൂഫിയായ ഹോജ പറയുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഈ കേട്ട ഉദാഹരണങ്ങളിൽ നിന്നൊക്കെ ഈ പഴച്ച കക്ഷികളുടെ വാദം എന്താ വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ തട്ടിപ്പ് നടത്തി എന്നല്ലേ ഈ പറഞ്ഞതിന്റെ ചുരുക്കം? എന്തേ കാരണം? ഇത്രമാത്രം പോരിശയുള്ള ഒരു കാര്യം അള്ളാന്റെ റസൂല് ഈ സമൂഹത്തിന് പഠിപ്പിക്കാതെ തീജാനി തരീക്കത്തുകാർക്ക് മാത്രം മനസ്സിലായി, വേറെ ആർക്കും മനസ്സിലായില്ല. മാത്രമല്ല അതല്ലെങ്കിൽ നബി തങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു, വഫാത്തിന്റെ ശേഷം അള്ളാഹ് അറിയിച്ചു കൊടുത്തതാണ് എന്നാണ് വാദമെങ്കിൽ അപ്പോഴും രണ്ടാലൊന്ന് പറയണം. അതെന്താ? ഇതൊക്കെ ഇസ്ലാമിക ശരീഅത്ത് പെട്ടതാണെന്ന് പറയണം, അല്ലെങ്കിൽ പെട്ടതല്ല എന്ന് പറയണം. പെട്ടതാന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹ് പറഞ്ഞത് കളവാന്ന് പറയേണ്ടി വരും. എന്ത്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇസ്ലാമിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ദീനായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് കളവാകേണ്ടി വരും. അപ്പൊ അന്നത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് റിസാലത്തിൽ വഞ്ചന. എന്തായിരുന്നാലും ഏത് രൂപത്തിൽ ചിന്തിച്ചാലും ഈ സമൂഹത്തെ ഏറ്റവും വലിയ അധപ്പതനത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് അതേ വീഴ്ത്തുവാനുള്ള പരിശ്രമമാണ്. ഇതൊന്നും പുതിയ ദീനാണ് പ്രിയപ്പെട്ടവരെ, ഇസ്ലാം ദീനല്ല. ഈ പഴച്ച വാദങ്ങളൊന്നും ഇസ്ലാമല്ല, മറ്റേതോ ഒരു ദീനാണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും വരും, എല്ലായിടത്തും ഇങ്ങനെ പങ്കെടുക്കും എന്നല്ലേ ഇതൊക്കെ പണ്ട് കാലത്തുള്ള കിതാബുകളിലെ അതല്ലെങ്കിൽ ഇവരുടെ സൂഫി ഹോജമാരിങ്ങനെ പറയുന്ന ഉദാഹരണങ്ങളല്ലേ. ഇപ്പൊ ശൈത്താന്റെ അനുയായികൾ പുത്തൻ കഥകളുമായിട്ട് റസൂലുള്ളാഹിന്റെ പേരിൽ വമ്പൻ നുണകൾ ഇപ്പോഴും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നബിതങ്ങൾ ഇങ്ങനെ വരിക. അതിനെന്താ ഒരു ഉദാഹരണം? ഇതാ ഇപ്പൊ മലപ്പുറം ജില്ലയിലുള്ള കുണ്ടൂര് ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ജില്ലയിൽ ഒരു ഷെയ്ഖ് ഉണ്ടാവും. ഈ കുണ്ടൂര് ഷെയ്ഖ് മദീനത്തേക്ക് ഒരിക്കൽ സിയാറത്തിന് പോയി. മദീനത്തേക്ക് സിയാറത്തിന് പോയപ്പോ ഭയങ്കര തിരക്ക് റസൂലുള്ളാഹിന്റെ ആ ഏരിയയിൽ, ആ ഭാഗത്ത് ഭയങ്കര തിരക്ക്. അപ്പൊ മൂപ്പര് അവിടെ വെച്ച് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഇനി അങ്ങോട്ട് വരൂല കേട്ടോ, എനിക്കിങ്ങനെ തിരക്കാനാവില്ല, അതുകൊണ്ട് ഭയങ്കര തിരക്കായി ഇവിടെ, അതുകൊണ്ട് ഞാനിനി ഇങ്ങോട്ട് വരൂലാന്ന് കുണ്ടൂര് പറഞ്ഞു. അങ്ങനെ പിറ്റേ കൊല്ലം മൂപ്പര് ഹജ്ജിന് ചെയ്യുന്നു. റൗളന്റെ അവിടത്തേക്ക് ആ ഭാഗത്തേക്ക് നബി തങ്ങളുടെ ആ ഖബറുള്ള ഭാഗത്ത് റൂമിന്റെ അവിടേക്ക് പോണം എന്നൊക്കെ മൂപ്പർക്ക് ഇങ്ങനെ ഉണ്ട്. വെറുതെ അങ്ങനെ നോക്കി ഇങ്ങനെ നിന്നു, തിരക്കാണ്, പോണില്ല, പോണ്ടാന്ന് വെച്ചു. അങ്ങനെ ഭയങ്കര തിരക്കല്ലേ. അപ്പൊ മൂപ്പര് ഇങ്ങനെ നിൽക്കുമ്പോ അവിടുന്ന് ഒരു വിളി, വാ കുണ്ടൂരേ വാ. ഏയ് ആരാ വിളിക്കുന്നത്? നോക്കുമ്പോൾ ഇതാ എന്ത്? അതാ നബി തങ്ങൾ വിളിക്കുന്നു. നബി തങ്ങൾ വിളിക്ക, സ്വപ്നത്തിലൊന്നല്ല, അവിടെ കാണുന്നത്. കുണ്ടൂര് കാണുക നബി തങ്ങൾ, വാ മാടി വിളിക്കുന്നു. എന്താ അവിടെ മാടി വിളിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല തങ്ങളെ, ഇരിക്കിങ്ങനെ തിരക്കിലാണ്ട് വരാൻ വയ്യ. അപ്പൊ നബി പറഞ്ഞോലും, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ടാവുമ്പോ നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വരാതിരിക്കുക? നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കുണ്ടൂരിന് വേണ്ടപ്പെട്ട ആളാരാ? ഒരു മോമിനിന് വേണ്ടപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട ആളാരാണ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരെക്കാളും സ്വന്തം ശരീരത്തെക്കാളും മാതാപിതാക്കളെക്കാളും ഒരു മുഅ്മിനിന് ഏറ്റവും പ്രിയങ്കരനായ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ആ കുണ്ടൂരിനോട് നബി തങ്ങൾ പറയുന്ന പോലും, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ടായിരിക്കെ നിങ്ങൾ എന്ത് മാറി നിൽക്കുന്നു? അപ്പൊ ആരാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആള് എന്ന നിലക്ക് കുണ്ടൂര് പോയി നോക്കുമ്പോൾ അബൂബക്കർ അവിടെ പോയി നോക്കുമ്പോ കാന്തവരെ AP അബൂബക്കർ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. എത്ര ഇഷ്ടിന്റെ കവിതകൾ! പച്ചക്കുമ്പ നോക്കിക്കൊണ്ട് ഞാൻ മദീനത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് കുണ്ടൂർ ഉസ്താദിനോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. ആ ടീമിൽ അതിന്റെ മുഖം തന്നെ മാറി. എന്നെ റസൂലുള്ളാഹി തന്റെ ഖുബ്ബയിലെ കൈ ചൂണ്ടിക്കൊണ്ട്
ബേജാറിന്റെ ശൈലിയിൽ എന്താ നീ ചെയ്യുന്നത്? റസൂലുള്ളാഹിന്റെ മുമ്പ് എന്നോട് ദ്വാരക്കാൻ പറയാ, കയ്യുമുത്ത് ചെയ്യരുത്, അത് ചെയ്യരുത്, അള്ളാന്റെ റസൂൽ മുമ്പ് അത് ചെയ്യരുത് എന്നാണ് എന്നോട് സൂചിപ്പിച്ചത്. ഭയങ്കര ആശിക്കായിരുന്നു. ആ പച്ചക്കുബയിലേക്കൊക്കെ നോക്കിക്കൊണ്ട് ചൊല്ലിയ കവിതകൾ. ഒരു ദിവസം മദീന റൂമിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പള്ളിയിലേക്ക് വരാം. അപ്പണ്ട് വലിയൊരു സംഘം നീങ്ങുന്നു. അവർ നീങ്ങുന്നത് അറിയുന്നില്ല, അത്രയും മെല്ലെ മെല്ലെ മെല്ലെയാണ് പോകുന്നത്. ഭാരത്ര ബഹുമാനത്തിൽ എത്ര അകലെന്നാണ് ഈ ബഹുമാനം കാണിക്കുന്നത്. ഒപ്പമുള്ള ഹാജിമാര് മെല്ലെ മെല്ലെ നീങ്ങുന്നത് അറിയുന്നില്ല. ഞാൻ അങ്ങ് ദൂരന്നു നടന്ന് എന്റെ സാധാരണ നടന്നിട്ട് അവരടുത്തേക്ക് എത്തുമ്പോൾ അവർ അല്പം നീങ്ങിയിട്ടുള്ളൂ. അപ്പൊ നോക്കുമ്പോ യാസീൻ ഗ്രൂപ്പ് മുന്നിലേക്ക് എന്ന് ഞാൻ കുണ്ടൂർ സാദായിരിക്കും മുന്നിലുണ്ടാവുക. അതാണ് ആ നടത്തം. അങ്ങനെ അത്രയും ബഹുമാനമാണ്. മദീന ഭൂമിയെ തന്നെ ബഹുമാനമാണ്. അല്ലാഹു റസൂലിനോട് ബന്ധപ്പെട്ട സാധനങ്ങളെ ബഹുമാനിച്ചിട്ട് അതിനും പറമ്പില്ല സഹോദരന്മാരെ. എങ്ങനെയും ബഹുമാനിക്കാം. അതല്ലേ അല്ലാഹു റസൂലിന്റെ സാധനങ്ങളിൽ, എന്നല്ല ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും താഴ്ന്നതേതാണ്? അയാളുടെ ചെരുപ്പ. ആ ചെരുപ്പല്ലേ തലയിൽ പേറി നടക്കുന്നത് നമ്മുടെ നേതാക്കന്മാർ. എ.പി. ഉസ്താദിന്റെ തൊപ്പിയെടുത്ത് നോക്ക്, ആ ചെരുപ്പിന്റെ ചിത്രം കാണാം. ഉള്ളാദങ്ങൾ പാപ്പാന്റെ തൊപ്പിയെടുത്ത് നോക്ക്, ആ ചെരുപ്പിന്റെ ചിത്രം കാണാം. അങ്ങനെ സ്വാലിഹീങ്ങളൊക്കെ ബഹുമാനത്തിന് അതിരും വരവുമില്ല. എങ്ങനെ ബഹുമാനിക്കണം? എങ്ങനെയും ബഹുമാനിക്കാവുന്നതാണ്. സുജൂദ് ചെയ്യലേ ഹറാമാണ്, അതും കാഫിറാവൊന്നുമില്ല. തുൽമിയിൽ പറഞ്ഞിട്ടുണ്ട്, സുജൂദ് ബഅനിൽ ജഹല, അറിവില്ലാത്തവർ ചിലർ വലിയ മഹാന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യും. അത് ഹറാമാണ്, അത് പാടില്ല, ഹറാമാണ്, കുറ്റകരമാണ്. എങ്ങനെയും ബഹുമാനിക്കാം. ചുംബനവും അതുപോലെ തന്നെ എത്രയോ മഖബറകളിലൊക്കെ ചുംബിക്കുന്നത് കാണുമ്പോൾ ചില സുന്നികളെ അങ്ങനും ചെയ്യരുത് അറിയും. മഖബറ ചുംബിക്കുന്നതിന് ഒരു തകരാറുമില്ല. മന്ദൂബുൻ ഇൻദ റംലി, ഇസ്മുദ്ദീനയിൽ കാണാം, അത് സുന്നത്തായ കർമ്മമാണ്. ഇമാം റംലി തങ്ങൾ അത് പറഞ്ഞിരിക്കുന്നു. മഹാന്മാരെ കബർ ചുംബിക്കുന്നത്, കബർ മുകളിലിട്ട പുടകൾ ചുംബിക്കുന്നത് ഒക്കെ നല്ലതാണ്. അതിരിക്കട്ടെ, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഒരു ആശിഖായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലയിലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതേ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല റൗലയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീന്. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ റൗലയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂലാർന്നല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു. സ്വപ്നമല്ല സഹോദരന്മാരെ, സ്വപ്നമല്ലേ പറയുന്നത്, എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന് നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹിബ് പറയാ, അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിലൂടെ അങ്ങ് ചെന്നപ്പോൾ കുണ്ടൂർ ഉസ്താദിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞു, ഫൗനാക ശൈഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എന്നെ വിളിച്ചത്. പിന്നെ റസൂലുള്ളാഹിനെ കണ്ടില്ല. ഇതെന്നോട് കുണ്ടൂർ ഉസ്താദ് പറഞ്ഞതാ. ഇതൊക്കെ വെറുതെ പറയുന്നു വിചാരിക്കും ഈ കൗമി. ആളുകൾ വിചാരിക്കും ഇതൊക്കെ വെറുതെ പറയാം. നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ നല്ല താടിയും നീണ്ട തലപ്പാവും ഒക്കെ ഉള്ള ഒരു മൗലിയർ പ്രസംഗിച്ചതാണ്. അത് വിശ്വസിക്കാൻ നമ്മുടെ നാട്ടിൽ കൗമുണ്ട്. അത് പറയുന്ന സദസ്സിൽ എത്രയാ മൂല്യന്മാരിങ്ങനെ ഇരിക്കുന്നത്, ഭവ്യതയിൽ ആമന്നാ സല്ലംനാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ പറയണൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു, എല്ലാം വിശ്വസിച്ചു എന്ന് പറഞ്ഞു കണ്ടിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിങ്ങനെ കഴിഞ്ഞ് വേറൊരു കഥ. അതെന്താ, കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് അടുത്തൊരു സ്ഥലമുണ്ട്, കോട്ടിക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഔലിയപ്പാപ്പ ഉണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത്. അയാളുടെ പേര് കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി എന്നാണ്. അയാൾ മരിച്ചുപോയി. ആ മനുഷ്യൻ അയാളെ പറ്റി നമ്മൾ പറയുമ്പോൾ പറയോ, കണ്ടോ ഔലിയാക്കന്മാരെ കണ്ടോ, മൗലവി പ്രയോഗിച്ചൊരു ഭാഷ ഉണ്ടോ, ഔലിയാക്കന്മാരെ കുറ്റം പറയുന്നുണ്ടോ? ഞാനല്ല പറഞ്ഞത്. ഈ കോട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരിയെ പറ്റി സമസ്തയിലെ ഇ.കെ. വിഭാഗത്തിന്റെ നേതാവായ ശംസുൽ ഉലമ എന്ന അവര് പറയുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്താ പറഞ്ഞത് നിങ്ങൾ കേൾക്കണോ? ഖദ് ജാഅ ഫീനാ ഖാദിരി മിസ്ലൽ ഹിമാരിൽ ഹാദിരി ഔകാമുലിൽ പാതിരി, ഓഹോ ഇതെന്തൊരു മാതിരി. ഈ കബോഗ്രോലി ഒരു പാടിയ പാട്ട. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നതല്ല, സുന്നികളുടെ മലയാളത്തിലുള്ള മാസികയിൽ നിന്ന് ഞാൻ പഠിച്ചു വെച്ചതാ. അതിൻ്റെ ലക്കവും പേജും ഒക്കെ നമുക്കറിയാം. ഈ സമൂഹത്തെയാണ് നന്നാക്കേണ്ടത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം.
നമ്മുടെ നാട്ടിലുള്ള കൗമിന്റെ വിശ്വാസമായി പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള കൗമിന്റെ ഈ വിശ്വാസം, ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കാതെ പുറമേക്കുള്ള വേദനക്ക് വിക്സ് വരട്ടി കൊടുത്തോണ്ട് ഈ ക്യാൻസർ മാറൂല. ഈ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുത്താതെ, ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിശ്വാസം ശരിയാവാതെ, ഇസ്ലാമികമായി പരിശുദ്ധ ഖുർആൻ എവിടെ പരിശോധിച്ചു നോക്ക്, അമലുസ് സാലിഹാത്ത് പറയുന്നതിന്റെ മുമ്പേ പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അതെന്താ? ഈമാന. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി. ഏത് സൽക്കർമ്മം അല്ലാഹ് കബൂലാക്കണോ, ഈമാൻ ശരിയാവണം, അടിത്തറ ശരിയാവണം. ഈ അടിത്തറക്ക് ചികിത്സിക്കാതെ പുറമേക്ക് മരുന്ന് വരട്ടാൻ നടന്നാൽ അത് ശരിയായ രൂപത്തിലുള്ള ഇസ്ലാഹാവുകയില്ല. അവിടെ ശരിക്കും മനസ്സിലാക്കി വെച്ചോളിൻ ഇവരുടെ വിശ്വാസം. അങ്ങനെ ഈ കോട്ടിക്കുളം ഖാദിരി എന്ന് പറയുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്താ പറഞ്ഞത്? നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ഒരു ഖാദിരി ഇറങ്ങിയിട്ടുണ്ട്, മിസിലൽ ഹിമാരിൽ ഹാദിരി. കഴുതയാണ് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, നല്ല ഒറിജിനൽ കഴുതയാവും മൂപ്പര്. എന്നിട്ട് പറയണ് അവ കഴുതയാന്ന് അല്ല, ഔക്കാ മുളിൽ പാതിരി, ഇത് ആളുകളെ പഴപ്പിക്കാമെന്ന ഒരു പാതിരി അച്ഛനാണ്, ഖാദിരിയല്ല. എന്നിട്ട് പറയണം, ഓഹോ ഇതെന്തൊരു മാതിരി, എന്ത് മനുഷ്യനാ ഇയാള് എന്ന് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. അപ്പൊ AP ഭാഗത്തിന്റെ കണ്ട ഔലിയാണ് ഇയാൾ കേട്ടോ. ഇയാൾ ഒരുപാട് പ്രത്യേകതകൾ ഈ മാസികയിൽ പറയുന്നുണ്ട്. AP ഭാഗത്തിന്റെ മാസികയിൽ ഇയാൾ ഒരുപാട് കറാമത്ത് പറയുന്നുണ്ട്. എന്താ? മൂപ്പര് കുളത്തിൽ തന്നെ കിടക്കും, നീക്കൂല, ആർക്കും കൈ കൊടുക്കൂല, ആ മൂപ്പരെ കാറും ഒരാൾക്ക് തൊടാൻ പറ്റൂല. ആരെങ്കിലൊക്കെ മൂപ്പരെടുത്ത് എനിക്ക് പെൺകുട്ടികളെ കല്യാണം കഴിക്കാണ്ട് നിങ്ങൾ സഹായിക്കണം പാപ്പ, അത് അയർക്കണം എന്ന് പറഞ്ഞ ചെന്നാ മൂപ്പര് ഇങ്ങോട്ട് കൊണ്ടുവരേ, ആദ്യം എനിക്കൊന്ന് കെട്ടിച്ചതാ, നാളെ തലാക്കല്ലിട്ട് അടുത്തരാ. 50 എണ്ണത്തെ മൂപ്പര് അങ്ങനെ ശരിയാക്കിയിട്ടുണ്ട് എന്നാണ് അതിൽ പറയുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, ഞാൻ പറയുന്നതല്ല. ഇവര് പച്ചയായ മലയാളത്തിൽ ഇ.കെ. ഭാഗത്തിന്റെ മാസികയിൽ എഴുതി വിട്ടതാ പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിന് എത്ര ആയിരിക്കും ഇപ്പൊ ഇയാളുടെ കോലം. ആ ഖാദിരിയുടെ കറാമത്തായിട്ട് AP ഭാഗം പ്രചരിപ്പിക്കണത്. അതും ഈ CD-യിലുണ്ട്. എന്താ അയാൾ പറയണെന്നറിയോ? മൂപ്പര് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. എന്താ എന്നോട് പറഞ്ഞത്? ഞാനിങ്ങനെ നിൽക്കുമ്പോണ്ട് അതാ ഒരു ഭാഗത്ത് നിന്ന് ഒരു പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ വരുന്നുണ്ട് ഒരു ടീം. ഞാൻ നോക്കുമ്പോൾ അതാ റസൂലുള്ള വരികയാണ്, സഹാബിമാരും കൂടെയുണ്ട്. എന്റെ വീട്ടിന്റെ അടുത്തെത്തിയപ്പോൾ നബി തങ്ങൾ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു എന്ന് കരഞ്ഞുകൊണ്ട് കോട്ടിക്കുളം ഖാദിരി എന്നോടാണ് പറഞ്ഞത് എന്ന് മൂപ്പര് പറയുന്നുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതും കേട്ടിട്ട് മൗലവിമാര് കുത്തിരിക്കുന്നുണ്ട്, തൊള്ളയും പൊളിച്ചിട്ട് ആമന്നാ സല്ലംനാ നിങ്ങൾ പറഞ്ഞൊക്കെ വിശ്വസിച്ചിരിക്കുന്നു, എല്ലാം ശരിയാ. നോക്കണം, ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഇങ്ങനെ വരികയാണ്. ഇപ്പോഴും വരെ കാണാൻ മറ്റ് നബിതങ്ങളെ അപ്പുറത്തുണ്ട് എന്നല്ല പറയുന്നത്. നബിതങ്ങൾ അപ്പുറത്തെ റൂമിലുണ്ട്. ഇപ്പുറത്തെ റൂമിൽ നബിതങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് മുറിച്ചു കൊടുക്കണു AP അബൂബക്കർ മുസ്ലിയാർ. നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ജിദ്ദയിൽ AP ഉസ്താദിന്റെ എതിരിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി. അയാൾ പെട്ടെന്ന് ഉസ്താദിനോട് സ്നേഹം, ഉസ്താദിന്റെ പ്രവർത്തകരോട് സ്നേഹം, ഉസ്താദിന്റെ കൂടെയുള്ളവരോട് സ്നേഹം, ഉസ്താദിന്റെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരോട് സ്നേഹം, അവർക്കൊക്കെ കൂടി സ്വീകരണം എന്തൊക്കെ ജിദ്ദയിൽ ഏർപ്പെടുത്തിയത്. അപ്പോ ഇയാളോട് ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്നൊരു പരിവർത്തനം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ, അയാൾ ഈ ഭാഗത്തിലാണ് എന്താ തുറന്നു പറഞ്ഞതിന് തകരാറൊന്നുമില്ല, ഒക്കെ അങ്ങനെ പുറത്ത് പോയി പരസ്യമായിട്ടുള്ളതല്ലേ. അയാൾ പറയാണ്, ഞാൻ ഉസ്താദിന്റെ എതിരിലല്ല, പക്ഷെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെയധികം പരിശ്രമിച്ചവരാണ്. അതിനുള്ള ഏക വഴി സ്വലാത്ത് തന്നെയാണ്. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ സഫ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുച്ച ടൈം, വേർത്തൊഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്നു, ഇനി ഇതിൽ നിന്ന് പിന്തിരിയുന്ന വെട്ടമില്ലാതെ മനസ്സിലാക്കി ആ വലിയ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങനെ നടന്ന് കാന്തപുര ഉസ്താദാണുള്ളത്, AP ഉസ്താദാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? AP ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്. ആ നബിയെ കാണാൻ AP ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹി ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി, അല്ലാഹുവിന്റെ റസൂലിലേക്ക് എത്താൻ ഇക്കാലത്ത് പറ്റിയവരുണ്ടെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ എന്റെ ഗ്രൂപ്പ് വിട്ടു.
നബിതങ്ങള് അപ്പുറത്തെ റൂമിലുണ്ട്, അവിടേക്ക് കിടക്കാനുള്ള ചീട്ട് കൊടുക്കുന്ന ആരാണ്? AP അബൂബക്കർ മുസ്ലിയാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തും വരും പോകും വരെയിട്ടുള്ള വലിയ ബന്ധം ഇന്നും ആ വിശ്വാസമാണ്. മുസ്ലിമീങ്ങൾക്ക് മുത്തുനബിയെ കുറിച്ച് ആ വിശ്വാസം അല്ലള്ളത്. മാത്രല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പ്രചരിപ്പിച്ച് നബി തങ്ങളുടെ കേശത്തെ കുറിച്ചുള്ള കള്ളവും ഇപ്പോൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്നത് അതീവ ഗുരുതരമായ പാപമാണെന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെ കുറിച്ച് കള്ളം പറഞ്ഞാലും അതൊക്കെ ഇതിൽ പെടും. നബി തങ്ങളുടേതല്ലാത്ത ഒന്ന്, നബി തങ്ങളുടെ വാക്കല്ലാത്ത ഒന്ന് നബി തങ്ങളുടെ വാക്കാണെന്ന് പറയുക, നബി തങ്ങളുടെ ഹദീസ് അല്ലാത്ത ഒന്ന് നബി തങ്ങളുടെ ഹദീസാണെന്ന് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുപ്പായമല്ലാത്ത ഒന്ന് നബി തങ്ങളുടെ കുപ്പായമാണെന്ന് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാളല്ലാത്ത ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാളാണെന്ന് അവകാശപ്പെടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയല്ലാത്ത ഒന്നിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെന്ന് അവകാശപ്പെടുക. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ. നരകത്തിലേക്കാണ് ആ വാദങ്ങൾ മുഴുവനും ചെന്നെത്തുക. അല്ലാഹു കാക്കട്ടെ. ആലോചിച്ച് നോക്കണം. ഇപ്പൊ എവിടെയാണുള്ളത്? മുടി, ഒരു തിരുമുടി എന്നും പറഞ്ഞിട്ട് ഒരു വ്യാജമായ ഒരു സാധനം കൊണ്ട് പ്രചരിപ്പിച്ച് നടന്ന് അതിന്റെ നീളമൊക്കെ നെറ്റിലൂടെ നിങ്ങൾ കണ്ടതാണ്. എത്ര അതിന്റെ നീളൊന്നും. അതിനും ഫത്വ പറഞ്ഞു എന്ത്? നബി തങ്ങളുടെ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണെന്നാ പറഞ്ഞത്. എങ്ങനെയാ അത്ര വലിയ മുടി? പെണ്ണുങ്ങൾക്ക് മുടിയില്ല അത്ര മുടി, അത്രയും നീണ്ട ചെമ്പമുടി. ഒരു കെട്ട്, 2 കെട്ട്, 5 കെട്ട് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് കണ്ടവർക്ക്. അങ്ങനെ ഒരു 5 കെട്ട് അല്ലെങ്കിൽ 2 കെട്ടൊക്കെ ഉള്ള ഈ ചെമ്പമുടി എങ്ങനെ എത്ര അള്ളാന്റെ റസൂല് മുടി വളർത്തിയപ്പോ ഏറിയാൽ ഈ ചെവിക്കുന്നി വരെ താഴോട്ട് വന്നിട്ടില്ലല്ലോ, പിന്നെ എവിടുന്നാ ഈ മുടി വന്നത് നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോ അതിന് ഫത്വ ഉണ്ടായി. നബി തങ്ങളുടെ മുടി ഇങ്ങനെ വർഷം തോറും വളരും. എങ്ങനെയാ വളരുക? നുണ പറയണമെങ്കിൽ ഒരു കമ്മട്ടം കണക്ക് പറഞ്ഞാൽ പോരെ? അപ്പൊ കൃത്യ കണക്കുണ്ടാക്കി 1.6 മുതൽ 2.7 വരെ സെന്റിമീറ്റർ ഓരോ വർഷവും വളരുന്നു. അപ്പൊ എല്ലാരും വിശ്വസിക്കൂലേ? നുണ പറയണമെങ്കിൽ മോലിയർക്ക് 2-3 സെന്റിമീറ്റർ എന്നൊക്കെയാണ് പറഞ്ഞാൽ പോരെ? ഇത്ര കൃത്യം പറയുമ്പോ എന്തായാലും ഉറപ്പന്നേന്ന്. അങ്ങനെ കുറെ ആൾക്കാരെ കിട്ടുമല്ലോ. അങ്ങനെ വിശ്വസിച്ചു. ആൾക്കാർ പോയി വിശ്വസിക്കുക നബി തങ്ങളുടെ മുടി ഇങ്ങനെ വളരുക. അപ്പൊ പല ആളുകളും ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു മുടി ഇങ്ങനെ വളർന്ന് ഏക്കർ കണക്കിന് ഇങ്ങനെ നീണ്ടിട്ടല്ലേ ഉണ്ടാവുള്ളൂ, ഇതൊരു കെട്ടാണല്ലോ, അതങ്ങനെ വന്നു. അപ്പൊ അതിനടുത്ത മറുപടി വളരുക മാത്രല്ല പിളരുന്നുണ്ട്. വളരെ മാത്രം ഇണച്ചം പൊട്ടും. ഞാൻ ഇങ്ങനെ പൊട്ടിയിട്ട് ശാഖോപശാഖകളായിട്ട് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ കോമ്പലമായിങ്ങനെ തൂക്കി പിടിച്ച് നമ്മളെ നാട്ടിലൊക്കെ സഞ്ചരിക്കുമ്പോ കാണാം, നാട്ടിലെ ഈ നടവരമ്പ് അല്ലെങ്കിൽ പിന്നെ പാതവക്കിലുള്ള ആൽമരത്തിൽ നിന്ന് ഇങ്ങനെ വേര് തൂങ്ങിയിട്ടാണ് അത്യമായിട്ട് മുടികളാ ഇങ്ങനെ ഒപ്പുകണം. അവിടുത്തെ ശരീരത്തിൽ നിന്ന് അവിടുന്ന് കൈവച്ചിട്ടുള്ള സ്ഥലം അവിടുന്ന് കുടിച്ചെടുത്ത് കുടിക്കാൻ, അവിടുത്തെ കയ്യിൽ നിന്ന് ഇറ്റി വീഴുന്ന വെള്ളത്തിനൊക്കെ സഹാബിമാര് തിരക്ക് കൂട്ടിയിട്ടുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ സാറാനെ കാണിച്ച് സൂറാനെ കെട്ടിക്കാൻ നോക്കണ്ട. ഇതാ നമ്മൾ പറയുന്നത്. സാറ കുറച്ച് സുന്ദരിയാണ്, സൂറ വിരൂപിയാണ്. ഈ സുന്ദരിയെ കാണിച്ചു കൊടുത്തിട്ട് മറ്റേ ആളെ ചെലവാക്കാനുള്ള പരിപാടിയാണ്. അത് നടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പോരിശ പറയാ, വ്യാജമുടി കൊണ്ടു നടക്കുകയും ചെയ്യാ. മുസ്ലിമീങ്ങൾ അത് സമ്മതിക്കൂല. കാശുള്ളവൻ എത്ര വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിക്കോട്ടെ, അതൊന്നും ഇവിടെ വിഷയമല്ല. 40 കോടിയുടെ 400 കോടിയുടെ 4000 കോടിയുടെ റിയൽ എസ്റ്റേറ്റോ ബിസിനസ്സോ ഒക്കെ നടത്തിക്കോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സമ്മതിക്കൂല. അത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ അത് നേരിടും. ഇന്ന് കേരളം മുഴുവൻ അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കവലകൾ തോറും നബിതങ്ങളോടുള്ള മഹബത്താണത്. ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ വേദന എനിക്കറിയാം. നിങ്ങൾ പറയാത്ത ഒന്ന് നിങ്ങളുടെ മേൽ വെച്ച് കെട്ടി അതിന്റെ വേദന നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും വരുമ്പോ മനസ്സിലാവും. അള്ളാന്റെ റസൂലിനെ കുറിച്ചാവുമ്പോ ഒരു വേദന ഇല്ലല്ലേ? എന്തും പറഞ്ഞോട്ടല്ലേ, എന്തും പ്രചരിപ്പിച്ചോട്ടല്ലേ? പാടില്ല. മുഅ്മിനിന് പാടില്ല. പ്രതികരിക്കണം. ഈമാനുള്ളവർ പ്രതികരിക്കണം. പ്രമാണബദ്ധമായി കൊണ്ട് പ്രതികരിച്ചു. ഒറ്റക്കെട്ടായി പലയിടങ്ങളിൽ നിന്നും ശബ്ദമുണ്ടായി. ഇപ്പൊ കൊടുത്ത കേന്ദ്രത്തിൽ തന്നെ ഭിന്നിപ്പായി. അതേ കുടുംബത്തിലുള്ള ശൈഖ് പറയുന്നത് ഞങ്ങളെ കുടുംബത്തിൽ അങ്ങനെ ഒരു മുടിയില്ല, ഇത് എവിടുന്നോ ആ ചങ്ങായിക്ക് കിട്ടിയതാണ് എന്ന അതേ കുടുംബത്തിലെ ആളെ തന്നെ കത്ത് കേരളത്തിൽ പരക്കെ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രശ്നം ചൂടുപിടിച്ച ചർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, കാശുള്ളവർക്ക് എത്ര റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്താം, എത്ര വലിയ കെട്ടിടം ഉണ്ടാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, അവിടുത്തെ പേരിൽ ഈ കച്ചവടം വേണ്ട, അവിടുത്തെ പേരിലില്ലാത്തത് പ്രചരിപ്പിക്കാൻ പാടില്ല. അത് ഏറ്റവും ശക്തമായ നിലക്ക് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നേരിടാൻ തന്നെയാണ് മുസ്ലിമീങ്ങളുടെ തീരുമാനം. അതിന്ന് രാജ്യത്ത് നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ
നമ്മളുടെ വിനീതരായ പണ്ഡിതന്മാർ, പ്രഭാഷകന്മാർ, പ്രവർത്തകന്മാർ, രാജ്യത്തൊട്ടാകെ അതൊരു ചർച്ചയായി കഴിയുന്നു. ആളുകൾ പഠിക്കാൻ തുടങ്ങി. സനത് ചോദിക്കുമ്പോ പറയുന്നത് സനത് ചോദിക്കാൻ തന്നെ പാടില്ല, സനത് ചോദിക്കാൻ തന്നെ പാടില്ല എന്നപ്പ പറയുന്നത്. കാരണം കൊടുക്കാനില്ല, ഇതിനൊരു സനത് വേണ്ടേ, കൊടുക്കാനില്ല. അപ്പൊ കൊടുക്കാനില്ല ചോദിക്കാൻ പാടില്ല എന്ന് പറയാ, ചോദിക്കാൻ പാടില്ല എന്ന് പറയാം. ഇനി തിരിച്ചു ചോദിക്കണം, എന്താ എൻ്റെ വാപ്പയാണെന്ന് ഇജ്ജ് എങ്ങനെ വിശ്വസിച്ചത്? എൻ്റെ അമ്മ പറഞ്ഞിട്ടല്ലേ? അത് പോരെ, അതിന് സനതുണ്ടോ? ചോദ്യാണേ. ഈ ഹോട്ടലിൽ കയറിയിട്ട് ഒരു പ്ലേറ്റ് ഇറച്ചി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇറച്ചി തിന്നുമ്പോ ഈ ചോദിക്കലുണ്ടോ ഇതിന് സനതുണ്ടോ? ആരാ അർത്ഥത്? ഇതൊക്കെയാണ് ഇപ്പൊ ചോദ്യം, ഇതൊക്കെയാണ് ഇപ്പൊ ചോദ്യം. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ ഇമാമിങ്ങളൊക്കെ എത്ര കഷ്ടപ്പെടണോ? ഈ ഇമാമിങ്ങളൊക്കെ ഒരു ഹദീസ് പരിശോധിക്കാൻ എത്ര കാലം കഷ്ടപ്പെട്ടു. ഇവർക്കൊക്കെ ഇത് ചിന്തിച്ചാ പോരെ, നിന്റെ വാപ്പ ഏതാ, നിന്റെ ഉമ്മ പറഞ്ഞതാണ് എന്ന് മാത്രം ചിന്തിച്ചാ പോരായിരുന്നോ ഈ പണ്ഡിതന്മാർക്ക്, ഈ നേതാക്കന്മാർക്ക്? അവരൊക്കെ ഇതിൽ ഇത്ര കണിശത പുലർത്തിയത് എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി എന്തു പറയുമ്പോഴും അതിന് രേഖ വേണം, സനത് വേണം. ദീൻ നിലനിൽക്കുന്നത് തന്നെയും സനത് കൊണ്ടാണ്. ഇന്നമദ്ദീനു, ദീനിന്റെ നിലനിൽപ്പ് തന്നെയും ബിൽ ഇസ്നാദി, സനത് കൊണ്ടാണ്. ആ ഒരു കീഴ്വഴക്കമില്ലെങ്കിൽ, സനത് നോക്കേണ്ടതില്ല, ആർക്കും എന്തും പറയാമെന്നാണെങ്കിൽ ഈ ദീനിന്റെ പേരിൽ ഓരോരുത്തരും അവരവർക്ക് തോന്നിയത് വിളിച്ചു പറയും. അതാപ്പ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ല. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് വിശ്വസിക്കേണ്ടതൊക്കെ നമ്മൾ വിശ്വസിക്കണം. അരുതാത്തത് വിശ്വസിച്ചുകൂടാ. അവിടുത്തെ കുറിച്ച് കള്ളം പറയാൻ അനുവദിച്ചുകൂടാ. അവിടുത്തെ കുറിച്ച് ഇല്ലാത്തത് പ്രചരിപ്പിക്കാൻ സമ്മതിച്ചുകൂടാ. ഇത് നമ്മുടെ യഥാർത്ഥമായ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകം, ഇത് 9ഓളം ക്ലാസ്സുകളായി, 8ഓളം ക്ലാസ്സുകളായി, ഈ ക്ലാസ്സുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വിഷയത്തിൽ നമ്മൾ അത്യാവശ്യമായ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം, എന്തൊക്കെ മനസ്സിലാക്കിക്കൂടാ, എങ്ങനെയൊക്കെ വിശ്വസിക്കണം, എങ്ങനെയൊക്കെ വിശ്വസിച്ചുകൂടാ എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ ഉള്ളവന്റെ പരിമിതമായ അറിവിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. നാം സത്യത്തെ സത്യമായി തന്നെ മനസ്സിലാക്കുക. ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള ഒട്ടേറെ വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾക്കും ഇൻഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ സത്യാവസ്ഥകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ കുറിച്ച് യഥാർത്ഥമായ നിലക്ക് വിശ്വസിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും ശിർക്കൻ ധാരണകളിൽ നിന്നും നമ്മയെല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കുകയും നമ്മുടെ ഈമാൻ എന്നും തിളക്കമുള്ളതാക്കി നിലനിർത്തി തരുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം സന്തോഷത്തോടുകൂടിയുള്ള നിമിഷമാക്കി റബ്ബുൽ ആലമീൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അതുപോലെയുള്ള നബിമാരുടെയും സഹാബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെ ഫിർദൗസ് പങ്കിടാൻ അവസരം നൽകപ്പെടുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ സംസാരങ്ങളിൽ നമ്മുടെ പ്രത്യേകമായ ഈ വിഷയങ്ങൾ പറഞ്ഞതിൽ അറിയാതെ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.